नमस्ते बच्चों, आप सभी को एग्जाम पॉइंट में स्वागत है. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ. ഹിന്ദിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഹിന്ദി പഠിക്കാൻ നല്ല എളുപ്പമാണല്ലേ. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് റിവിഷൻ ക്ലാസ്സസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഈ പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും. അതിലെ റിവിഷൻ ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഹിന്ദി പാസ്സാവാം. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതാണ് സബ്സെ ബഡാ ഷോമാൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അത് ജീവനിയാണ് അല്ലേ. ആരാണ്? ഗീത് ചതുർവേദി. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ തന്നെ അത് ആരാണോ എഴുതിയിരിക്കുന്നത്, അത് ഏത് തരത്തിലുള്ള ജീവനിയാണോ അല്ലെങ്കിൽ ലേഖാണോ കഥയാണോ കവിതയാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിക്കണം. അതേപോലെ ലേഖകൻ്റെ പേരും എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും അങ്ങനെയുള്ളത് ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ സബ്സെ ബഡാ ഷോമാൻ എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദിയാണ്. അത് ജീവനിയാണ്. അതേപോലെ അക്കാൽ ഓർ ഉസ്കെ ബാദ് അത് കവിതയാണ്, നാഗാർജുന. ഠാക്കൂർ കാ കുആ കഹാനിയാണ്, പ്രേംചന്ദാണത് എഴുതിയിരിക്കുന്നത്. അതേപോലെ ബസന്ത് മേരെ ഗാവ് കാ മുകേഷ് നേറ്റിയാലാണ് അത് എഴുതിയിട്ടുള്ളത്, ലേഖാണ്. ദിശാഹീൻ ദിശ യാത്രാവൃത്താണ്, മോഹൻ രാഗേഷാണ് അത് എഴുതിയിട്ടുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ സബ്സെ ബഡാ ഷോമാൻ ജീവനിയാണ്, നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ജീവനിയാണ്. അതിന് ചെറിയൊരു അംശം മാത്രമാണ് ഗീത് ചതുർവേദി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഓണപരീക്ഷയുടെ പോർഷൻസും ചെറുതായിട്ട് നോക്കണം. അതിൽ നിന്നും ചെറിയ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അല്ലാതെ ഈ ഭാഗം മാത്രം നിങ്ങൾ നോക്കി പോകരുത്. ഓണപരീക്ഷയുടെ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഈ സബ്സെ ബഡാ ഷോമാൻ നിങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ചാർലിയുടെ മുഖമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. അതിലെന്താണ് പറയുന്നത്? ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആളുടെ മുഖം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ആളാരാണ്? ഒരു കൊമേഡിയനാണ്. അപ്പോൾ ആ ചാർലി ചാപ്ലിൻ എങ്ങനെയാണ്? അമ്മ, ചാർലിൻ്റെ അമ്മ ഒരു ഗായികയായിരുന്നു. അമ്മയുടെ പേരെന്താണ്? നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നില്ല. അമ്മ എന്നാണ്, മാം എന്നാണ് പറയുന്നത്. പക്ഷെ ഹെന്ന എന്നാണ് ചാർലിയുടെ അമ്മയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹെന്ന കി ഡയറി ലിഖേ എന്ന് പറഞ്ഞാൽ, അയ്യോ ഞങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു പേരില്ലല്ലോ, ഇതേതാണ് ഈ ക്യാരക്ടർ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. അത് ചാർലിയുടെ അമ്മയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആ ഡയറി ചോദിക്കാം. ചാർലിക്ക് മാം കി ഡയറി ലിഖേ അല്ലെങ്കിൽ ഹെന്ന കി ഡയറി ലിഖേ. ഹെന്ന കി ഡയറി ലിഖേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാർലിയുടെ അമ്മയുടെ ഡയറി തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? അമ്മ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സൗണ്ട് പോകുന്നു അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരിപാടിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓഡിയൻസ് എന്തായാലും അവിടെ ബഹളം വയ്ക്കും. അപ്പോൾ ആ ഓഡിയൻസിനെ ശാന്തരാക്കാൻ വേണ്ടി അമ്മയുടെ മാനേജർ അമ്മയോട് പറയുകയാണ് നമ്മുടെ ചാർലീനെ സ്റ്റേജിൽ കയറ്റാമെന്ന്. പക്ഷെ ചാർലിക്ക് 5 വയസ്സേ ആയിട്ടുള്ളൂ. അമ്മ അതിനെ മടി പറയാണ്. അതായത് ഈ 5 വയസ്സായ കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ തിരക്കിനെ, ഇത്രയും വലിയ ഓഡിയൻസിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മാനേജറാണെങ്കിൽ അമ്മ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ചാർലിനെ കൂടെ കൂട്ടാറുണ്ട്. അപ്പോൾ ചാർലിയുടെ അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിലൊക്കെ ചാർലി ഇങ്ങനെ അഭിനയിക്കുന്നത് മാനേജർ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാനേജർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ചാർലി എന്തായാലും സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ തർക്കത്തിനൊക്കെ ശേഷം അവസാനം അമ്മ സമ്മതിക്കുകയാണ്. അങ്ങനെ 5 വയസ്സായ നമ്മുടെ ചാർലി ആദ്യമായി സ്റ്റേജിൽ കയറുകയാണ്. സ്റ്റേജിൽ കയറുമ്പോൾ അവനൊരു ഇംഗ്ലീഷ് പാട്ടോടു കൂടിയൊക്കെയാണ് അവൻ്റെ പ്രോഗ്രാം തുടങ്ങുന്നത്. പക്ഷേ ആ പ്രോഗ്രാം ആദ്യമൊക്കെ ഓർക്കസ്ട്രയ്ക്ക് അവൻ്റെ ആ ട്യൂണ് മനസ്സിലായില്ല. എങ്കിലും പിന്നീട് അവനത് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുത്തു. അപ്പോൾ ആ പാട്ട് പകുതി ആകുമ്പോഴേക്കും സ്റ്റേജിൽ പൈസയൊക്കെ വന്ന് വീഴാൻ തുടങ്ങി. അപ്പോൾ ചാർലിക്കൊരു സംശയം, എന്താണ് ഈ ആദ്യം അവങ്ങനെ ഓഡിയൻസിനോട് പറയുകയാണ്, ആദ്യം ഞാൻ ഈ പൈസയൊക്കെ എടുക്കട്ടെ അതിന് ശേഷം പാടാമെന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഓഡിയൻസിന് ഭയങ്കര ചിരി ഒക്കെ വരുന്നു. അങ്ങനെ മാനേജർ വന്ന് പൈസ എടുക്കുമ്പോൾ ഇതിനിപ്പോൾ മാനേജർ കൊണ്ടുപോകുമോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ അങ്ങനെ മാനേജർ പിന്നാലെ പോയി പൈസ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നു. അങ്ങനെ വളരെ നന്നായി ചാർലി ആ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. അങ്ങനെ കുറേ ആളുകളുടെ ശബ്ദമൊക്കെ അനുകരിച്ചു. കുറച്ച് മുന്നേ നടന്ന തൻ്റെ അമ്മയുടെ ആ സൗണ്ട് പോലും ചാർലി അവിടെ അനുകരിച്ച് കാണിച്ചു കൊടുത്തു.
അപ്പോൾ അങ്ങനെ ഓഡിയൻസ് എല്ലാവരും വളരെ നന്നായി നമ്മുടെ ചാർലീനെ അഭിനന്ദിച്ചു. അങ്ങനെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തൻ്റെ മകനെ എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. അമ്മയ്ക്കും വളരെയധികം സന്തോഷമായി. എല്ലാവരും എണീറ്റ് ഗഡേ ഹോക്കെ താലിയാൻ ബച്ചായി എന്നാണ് പറയുന്നത്. എല്ലാവരും എണീറ്റ് നിന്നുകൊണ്ടാണ് അവിടെ ചാർലിയെ അഭിനന്ദിച്ചത്. അത്രയേ ഉള്ളൂ. ചെറിയൊരു അംശം മാത്രം, ജീവനിയുടെ ചെറിയൊരു അംശം മാത്രമാണ് അവിടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ചാർലി എന്ന വലിയ ഷോമാൻ അവിടെ ഉദയം കൊണ്ടു. അത്രയാണ് ആ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റായി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സബ്സെ ബഡാ ഷോമാൻ ജീവനിയാണ് ഗീത് ചതുർവേദി. ഇസ്കാ പ്രോക്തി ജീവനി അല്ലെങ്കിൽ കിസ് വിധാ കി രചന ഹേ എന്ന് ചോദിച്ചാൽ ജീവനി. ഇസ്കാ ലേഖക് കാ നാം ഗീത് ചതുർവേദി. ഓക്കെ, അപ്പോൾ ഇതിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുന്ന. चार्ली स्टेज पर पहली बार आया और माँ आखिरी बार. दुनिया के सबसे बड़ा शोमैन का यह पहले शो था. प्रस्तुत प्रसंग पर माम और चार्ली बीच का वार्तालाप कल्पना करके लिखे. ചാർലിയുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം, വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ചീത്ത് എന്നൊക്കെ പറഞ്ഞാലും കോൺവെർസേഷനാണ്, സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. വാർത്താലാപ് എന്ന് വെച്ചാലും ബാത്ചീത്ത് എന്ന് വെച്ചാലും ഒക്കെ ഒന്ന് തന്നെയാണ്, കോൺവെർസേഷനാണ്. അപ്പോൾ ഇവിടെ ചാർലി സ്റ്റേജ് പർ പെഹ്ലി ബാർ ആയ, ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നതും അമ്മ അവസാനമായി വന്നതും ആ ഭാഗമാണ്. അപ്പോൾ ചാർലി അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചാർലി, മാം 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 ക്യാ ബാത് ഹേ ബേട്ടാ, എന്താണ് കാര്യം മോനെ എന്ന് ചോദിക്കാം. ചാർലി, മാം മാം ആപ്കി ഗലെ മേ ക്യാ ഹുവാ, അമ്മയുടെ സൗണ്ടിന് എന്ത് പറ്റി? മേ മാലൂം നഹി, ഗലെ മേ കുച്ച് ഗരാബി ഹേ, അറിയില്ല, സൗണ്ടൊക്കെ എന്തോ പോലെ, ആകെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. ഗരാബി ചീത്തയായ പോലെ, ചീത്തയാവുക എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഇവിടെ ഇങ്ങനെ ഇടറിയ പോലെ ഇരിക്കുന്നുണ്ട് സൗണ്ട് എന്ന് പറഞ്ഞു. ചാർലി, ദർദ് ഹേ ക്യാ, വേദനിക്കുന്നുണ്ടോ? മാം നഹി ബേട്ടെ, ആകെ തുമേ ഹി സ്റ്റേജ് പർ ജാനാ പടേഗ, ആദ്യം നീ സ്റ്റേജിൽ പോയി പാടാൻ നോക്കൂ. സരൂർ ഹേ മാം, അപ്പോൾ ചാർലി പറയാണ് തീർച്ചയായും അമ്മേ. ആകെ മേ ജാവുങ്ക, ആപ് മേരെ സാത്ത് ആയിയേ ബസ്, ഞാൻ പോകാം, അമ്മ എൻ്റെ കൂടെ വരണം എന്ന് ചാർലി പറയുന്നു. മാം തും ബഡേ ഷോമാൻ ബൻ ഗയേ ഹോ, നീ വലിയൊരു ഷോമാനായി തീരും. ചാർലി, ഹാ മാ ലോഗോനെ ബഹുത്ത് ശബാഷി ദീ നാ, ആളുകൾ എന്നെ വളരെയധികം പ്രശംസിച്ചില്ലേ, അപ്പം ഞാൻ എന്തായാലും ആവും എന്നുള്ള അമ്മ പറഞ്ഞപ്പോൾ അവനും അങ്ങനെ പറഞ്ഞു. മാ ഹാ ഗു പൈസ ബി മിലാദ, ധാരാളം പൈസയും നമുക്ക് കിട്ടി. ചാർലി, ബഹുത് നീന്ത് ആ രഹി ഹേ മാം, എനിക്ക് ഉറക്കം വരുന്നു അമ്മേ. മാം അച്ഛാ തും സോജാവോ ബേട്ടാ, ശരി എന്നാൽ പോയി നീ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറയും. അപ്പോൾ അവർ ആ ഷോയ്ക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഒരാൾ പറയുന്ന 5 വിനിമയും, ഇപ്പോൾ ചാർലി പറയുന്ന 5 എണ്ണം, മാം പറയുന്നത് 5 എണ്ണം വേണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് നമുക്ക് വാർത്താലാപ് ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാ വലിയ ക്വസ്റ്റ്യൻസും 4 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ, ഡയറി ആയാലും പത്രമാണെങ്കിലും പട്കഥ, അതേപോലെ പോസ്റ്റർ, ടിപ്പണി, ഇതെല്ലാം നിങ്ങൾക്ക് 4 മാർക്കിനാണ് ചോദിക്കുക. 40 മാർക്കിനാണ് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. നെക്സ്റ്റ് വൺ, ചാർലിനെ जनता में गुदगुदी फैला दी. उसके बाद उसने दर्शकों से बात की. ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാദി, ചാർലി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, ഓഡിയൻസിനെ കയ്യിലെടുത്തു. ഉസ്കെ ബാദ് ഉസ് ദർശകോ സെ ബാത് കി, അതിനുശേഷം അവരുമായി സംസാരിച്ചു. നൃത്യ കിയ അവർ അപ്പനി മാം സഹിത് കൈ ഗായകോ കി നഖൽ ഉത്താരി, തൻ്റെ അമ്മ അടക്കമുള്ള ധാരാളം ഗായകരെ അവിടെ അനുകരിച്ച് കാണിച്ചു. പ്രസ്തുത പ്രസംഗ് പർ മാം കി ഡയറി കൽപ്പന കർക്കെ ലിഖി, അപ്പോൾ ആ സന്ദർഭത്തിലുള്ള അമ്മയുടെ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാം കി ഡയറി ഓർ ഹെന്ന കി ഡയറി ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ്, ക്വസ്റ്റ്യൻ മറക്കണ്ട. ഹെന്ന കി ഡയറി എന്ന് ചോദിച്ചാലും അതേപോലെ ചാർലിക്ക് മാം കി ഡയറി എന്ന് ചോദിച്ചാലും നിങ്ങൾ ഒന്ന് തന്നെയാണ് എഴുതേണ്ടത്. നോക്കുക, ദിനാങ്ക്, നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്ത് വേണം? ഡയറി എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതേപോലെ ദിവസം എഴുതണം. അതേപോലെ താരീഖ്, ദിനാങ്ക് എന്ന് വെച്ചാൽ ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ
താരിഖ് എന്നും എഴുതാം, അതേപോലെ ദിനാങ്ക് എന്നും എഴുതാം. രണ്ടും എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ദിനാങ്ക് എന്ന് എഴുതിയാലും താരിഖ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. പിന്നെ ദിൻ, ദിവസം. നിങ്ങൾ ദിൻ എഴുതിയിട്ട് രവിവാർന്നോ സോമവാർന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അതേപോലെ സമയം നമുക്ക് എഴുതണം. അപ്പോൾ രാത്ത് 9 ബജേന്നോ അല്ലെങ്കിൽ 9:30 ബജേന്നൊക്കെ എഴുതാം. അപ്പോൾ ഡയറി എഴുതേണ്ട ഫോർമാറ്റ്, ഡയറിന്ന് ഹെഡിങ് കൊടുക്കുക, അതിനുശേഷം താരിഖ്, സമയ്, ദിൻ. ഓക്കെ, ഇതാണ് താരിഖ്, ദിൻ, സമയ്. അതിനുശേഷം നമ്മുടെ ഹെന്ന എഴുതണം. ഹേ ഭഗവാൻ നാ ജാനെ ആജ് കൈസാ ദിന്ദ, അറിയില്ല ഇന്ന് എങ്ങനെയുള്ള ദിവസമായിരുന്നു. അല്ലെങ്കിൽ ആജ് ഖുഷി കാ ദിന്ദ എന്ന് എഴുതാം, അല്ലെങ്കിൽ ആജ് ദുഃഖി ദിന്ദ എന്ന് എഴുതാം. ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഇന്ന് ആജ് കൈസാ ദിന്ദ, നാ ജാനെ ആജ് കൈസാ ദിന്ദ, അറിയില്ല ഇന്ന് എങ്ങനത്തെ ദിവസമായിരുന്നു എന്നുള്ളത്. യഹ് ദിൻ മേരി ജിന്ദഗി കി ഏക് അവസ്മരണീയ ദിൻ, എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. യഹ് മേം നഹി ഭൂൽ പാവുങ്കി, ഞാൻ ഇതൊരിക്കലും മറക്കുകയില്ല. മേരാ ചാർലി ആജ് ഷോമേൻ ബന, എൻ്റെ ചാർലി ഒരു കലാകാരനായി തീർന്നു. സബ് ലോഗോं की പ്രശംസ പ്രാപ്തിക്ക്, എല്ലാ ആളുകളുടെയും പ്രശംസാപാത്രമായി ആയിത്തീർന്നു ചാർലി. ഉസ്നെ സ്റ്റേജ് പർ ക്യാ ക്യാ കിയാ, സ്റ്റേജിൽ എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു. അസൽ മേ വഹ് ലോഗോ മേ ഗുദ് ഗുദി ഫൈലാ ദീദി, അത് ആളുകൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. അവൻ ആളുകളെ കയ്യിലെടുത്തു. നക്കൽ കർ രഹാദ സബ് ഗായകോं की, എല്ലാ ഗായകരെയും അവൻ അനുകരിച്ച് കാണിച്ചു. മേരി ഫട്ടി ആവാസ് കി നക്കൽ ഉത്താരി ദി, എൻ്റെ ആ ഇടറിയ സൗണ്ട് പോലും അവൻ അവിടെ അനുകരിച്ച് കാണിച്ചു കൊടുത്തു. ഗീത് ഗായ, പാട്ടുപാടി. ലോഗോനെ ഗു പൈസെ ഫേങ്ക് ദിയാദ, ധാരാളം പൈസ ആളുകൾ അവിടെ ഇട്ടുകൊടുത്തു. അന്തമേ സബ് ലോഗോനെ ഗഡേ ഹോക്കർ താലിയാം ബജായി, അവസാനം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എണീറ്റ് നിന്നുകൊണ്ട് കൈയടിച്ചു. ലഗ്തി ഹേ ആഗ്മേ ഗാ നഹി പാവുങ്കി, എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് തുടർന്ന് പാടാൻ പറ്റുകയില്ല എന്ന്. തോ ക്യാ ഹുവ, അതുകൊണ്ട് എന്താണ്, എനിക്കൊരു പ്രശ്നമില്ല. മേരാ ലാഡ്ല സബ് സംഭാലേങ്ക, എൻ്റെ പ്രിയപ്പെട്ട മോൻ എല്ലാം നോക്കിക്കോളും. വഹ് ഷോമേൻ ബൻകർ ബഡേഗി, അവൻ ഒരു നല്ലൊരു ഷോമേനായി, അതായത് നല്ലൊരു കലാകാരനായിട്ട് വളരും. ബഹുത്ത് നീന്ത് ആ രഹി ഹെ, എനിക്ക് നല്ലവണ്ണം ഉറക്കം വരുന്നു. ദഖൻ മരെ, അതായത് വളരെ ക്ഷീണമുണ്ട്. ഹേ ഭഗവാൻ മേരെ ബച്ചെ കോ സദാ സഹി സലാമത് ഖരക്കെ, എൻ്റെ മോനെ എന്നും സംരക്ഷിച്ചു കൊള്ളണം. ഈശ്വരനോട് പറയാണ്. ഏക്ക് സഫൽ ദിൻക്ക് പ്രതീക്ഷാമേ, നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ഡയറി എഴുതാം. അപ്പോൾ ഡയറി, ഹെന്നയുടെ ഡയറിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ അക്കാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അക്കാൽ ഓർ ഉസ്കെ ബാദ് എന്ന് വെച്ചാൽ എന്താ? അക്കാൽ എന്ന് വെച്ചാൽ ക്ഷാമം അല്ലേ? അക്കാൽ ഉസ്കെ ബാദ്, ക്ഷാമകാലത്തിന് ശേഷം. ഇതാരുടെ കവിതയാണ്? നാഗാർജുൻ്റെ കവിതയാണ് അല്ലേ? അപ്പോൾ അക്കാൽ ഓർ ഉസ്കെ ബാദ് ചെറിയ കവിതയാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്താണ്, നമുക്ക് ടിപ്പണി ചോദിക്കാം. അതേപോലെ കിസ്കി കവിത ഹേ, നാഗാർജുൻ की കവിത ഹേ, കിസ് വിധ की രചന ഹേ കവിത. അപ്പോൾ പോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് നന്നായി വായിക്കണം. വായിക്കുന്നതോടൊപ്പം തന്നെ പാഠം ആരാണ് എഴുതിയിരിക്കുന്നതെന്നും ഏത് തരത്തിലുള്ളതാണെന്നും നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകണം. അപ്പോൾ അക്കാൽ ഓർ ഉസ്കെ ബാദിൽ നമ്മൾ പറഞ്ഞു, അക്കാലം എന്ന് വെച്ചാൽ ക്ഷാമകാലം. അപ്പോൾ ആ ക്ഷാമകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജീവ് ഓർ നിർജീവ് വസ്തു അല്ലേ, ജീവനുള്ള വസ്തുക്കളും അതേപോലെ ജീവനില്ലാത്ത വസ്തുക്കളും ഒരേപോലെ വിഷമത്തിലാണ് അല്ലേ, പട്ടിണിയിലാണ്. അപ്പോൾ ആ ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെയാണുള്ളത്? ചിപ്കലിയാണ്ട്, കാനി കുത്തിയ അല്ലേ. അപ്പോൾ ആ ഒറ്റക്കനിയായ പട്ടിയും അതേപോലെ ആ തിരിക്കൽ, ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ആ തിരിക്കലും അതൊക്കെ അവിടെ എന്താണ്, ആകെ തിരിക്കലിലൊന്നും അരയ്ക്കാൻ കിട്ടാതെയും ഒറ്റക്കണ്ണിയായ പട്ടിക്ക് ഭക്ഷണം കിട്ടാതെയും അടുപ്പ് പുകയാതെ എന്താണ് ചൂൽഹ, അടുപ്പ് പുകയാതെയും പിന്നെ അവിടെ എന്താണ് ചൂഹ, എലികൾക്കും ഒന്നും കിട്ടാതെയൊക്കെ വളരെയധികം വിഷമത്തിൽ അവ വിശന്ന് വയ്യാതെ ഇരിക്കുന്ന സമയമാണ് അക്കാലിനെ സമയത്ത് പറയുന്നത്. അക്കാലോർ ഉസ്കെ ബാദിൽ, ക്ഷാമകാലത്തിന് ശേഷം എന്താണ് പറയുന്നത്? അവിടെ അടുപ്പ് പുകയുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്താണ്, ആ കാനി കുത്തി അതേപോലെ ചക്കി അതേപോലെ ചൂഹ, അതിനെല്ലാം വളരെയധികം സന്തോഷമാകുന്നു. അവരുടെ വീടിൻ്റെ മുകളിലേക്ക് പുക ഉയരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിർജീവ വസ്തു ജീവ വസ്തു ആങ്കോമേ
പ്രകാശ് ഫൈലാ ദിയാ ഹെ അല്ലേ, അവരുടെ മുഖത്തൊക്കെ വളരെയധികം പ്രകാശം ഉണ്ടാവുന്നു, വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന കാക്ക പോലും അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നാണ് നമ്മൾ ആ കവിതയിൽ പറയുന്നത്. വളരെ ചെറിയൊരു കവിതയാണ് എങ്കിൽ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നാഗാർജുൻ്റെ കവിതയാണ്. ഇസ്കാ ലേഖക നാം നാഗാർജുൻ. അപ്പോൾ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. അപ്പോൾ അക്കാൽ ഓർ ഉസ്കെ ബാദിൽ നമ്മൾ പറഞ്ഞു എന്താണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ചോദിക്കുമ്പോൾ അപ്പോൾ കവിനെ അക്കാൽ കാ ചിത്രൻ കിസ് പ്രകാർ കിയാ ഹെ അല്ലേ, കവി അക്കാൽ എന്ന് പറയുന്ന അതിനെ ക്ഷാമകാലത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിനെ നിങ്ങൾ ഇപ്പോൾ 2 മാർക്കിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതല്ല 4 മാർക്കിനാണോ നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ ഈ പോയിന്റ്സ് എഴുതിയിട്ട് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ അക്കാലിനെയാണ് ക്ഷാമകാലത്തെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 വരി ക്ഷാമകാലത്തെയും അതിന് ശേഷമുള്ള 4 വരി ക്ഷാമകാലത്തിന് ശേഷമുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ അക്കാൽ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, ക്ഷാമകാലത്ത് എന്തൊക്കെയാണ്? ചൂൽഹേക്കാരോന, അടുപ്പ് കരയുന്നു. ചൂൽഹ എന്ന് വെച്ചാൽ അടുപ്പ്. അതേപോലെ ചക്കിക്ക ഉദാസോന, തിരിക്കല്ല് ഉദാസീനമായി കാണപ്പെടുന്നു. അതായത് തിരിക്കല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ അതിലിട്ടിട്ട് തിരിച്ചാൽ ധാന്യങ്ങളൊക്കെ പൊടിഞ്ഞു വരും. അതിനെയാണ് ചക്കി എന്ന് പറയുന്നത്. ബീത്ത് പർ ചിക്കലിയോൻ കി ഗസ്ത്, പിന്നെന്താണ് അവിടെ വിളക്ക് കത്തിക്കാൻ ഒന്നും തന്നെ ഇല്ല, ക്ഷാമമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല്ലികൾക്ക് പ്രാണീന് ഇതിനൊന്നും കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ആ ചിപ്കലിയാം എന്ന് വെച്ചാൽ പല്ലികളുടെ അവസ്ഥയും വളരെയധികം ശോചനീയമായിരുന്നു. ഷിക്സ്ത് ഹാലത്ത് വാലെ ചൂഹെ, അതേപോലെ ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ എലികൾക്കൊക്കെ എന്തെങ്കിലും കിട്ടുള്ളൂ. അതേപോലെ എലികളുടെ അവസ്ഥയും വളരെയധികം ദയനീയമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അക്കാലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ 2 മാർക്കിനൊക്കെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. അതെല്ലാം 4 മാർക്കിനാണെങ്കിൽ ഇന്ന കവിത നാഗാർജുൻ്റെ കവിതയാണ്, അതിൽ ഓരോന്നും ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇത്തിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, കവിനെ അക്കാൽ കെ ബാദ് ഹാലത്ത് കാ ചിത്രൻ കിസ് പ്രകാർ കിയാ ഹെ. അപ്പോൾ അക്കാൽ കെ ബാദ് ക്ഷാമകാലത്തിന് ശേഷമുള്ള വർണ്ണന എങ്ങനെയാണ് കവി പറയുന്നത്? ഇങ്ങനെയാണ്, ഘർ കെ അന്തർ ധാനെ കാ ആന, വീട്ടിൻ്റെ ഉള്ളിൽ ധാന്യം കൊണ്ടുവരുന്നു. ആങ്കൻ കെ ഊപ്പർ ധുവാൻ കാ ഉടന, അവിടെ എന്താണ് പുക ഉയരാൻ തുടങ്ങുന്നു. അടുപ്പ് കത്തിക്കുമ്പോൾ അവിടെ പുക ഉയരാൻ തുടങ്ങുന്നു. ഘർ ഭർ കി ആങ്കോं കാ ചമക് ഉടന, വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകളിൽ തിളക്കം വരുന്നു. അപ്പോൾ ഇത്രയും നാൾ അവർ പട്ടിണിയിലായിരുന്നു. അപ്പോൾ അവിടെ അടുപ്പൊക്കെ ധാന്യങ്ങളൊക്കെ വന്ന് അടുപ്പൊക്കെ പുകയാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകും. കവ്വേക്ക് പങ്കോं കാ ഗുജ്ലാന, ആ സന്തോഷം ആരും പ്രകടിപ്പിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന ആ കാക്ക പോലും പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി കവിതാംശ പർ ടിപ്പണി ലിഖേ, എന്താണ് ഫസ്റ്റത്തെ 4 വരി അല്ലേ. कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक खानी कुतिया सोई उनके पास, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की हालत रही शिकस्त. അപ്പോൾ ഈ വരികളുടെ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേമാതിരി എഴുതിയാൽ മതി. മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അപ്പോൾ ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? അക്കാൽ കെ രൂപമേ, നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. അക്കാൽ കെ രൂപമേ ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. ഹിന്ദി കെ പ്രകൃതിശീൽ കവി ബാബാ നാഗാർജുൻ കി കവിത ഹെ അക്കാൽ ഓർ ഉസ്കെ ബാദ്. ഹിന്ദിയിലെ പ്രകൃതിശീൽ കവിയായ നാഗാർജുൻ്റെ പ്രധാനപ്പെട്ട കവിതയായിരുന്നു ഏത്? അക്കാൽ ഓർ ഉസ്കെ ബാദ്. ബീഹാർ മേ ഹുയെ ഭീഷൺ കാൽ കാ വർണ്ണൻ യഹാ ഹെ, ബീഹാറിലെ ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ കവി പറയുന്നത്. അക്കാൽ കാ അസർ കേവൽ മനുഷ്യോं के ही नहीं സബി പ്രാണിയോं पर पड़ता है, ആ ക്ഷാമം അവിടെ മനുഷ്യനെ മാത്രമല്ല അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ബാധിച്ചു എന്നാണ് കവി പറയുന്നത്. യഹാമേക്ക് പ്രതീകാത്മക് കവിത ഹെ, ഇതൊരു പ്രതീകാത്മകമായ കവിതയാകുന്നു. ഇൻ പങ്ക്തിയോമേം കവി അക്കാൽ കി ബൂരി ഹാലത്ത് കാ വർണ്ണൻ കിയാ ഹെ, ഈ കവിതയിൽ എന്താണ് ക്ഷാമകാലത്തിൻ്റെ വളരെ മോശപ്പെട്ട വളരെ ദുഃഖകരമായ സംഭവമാണ് ഇവിടെ പറയുന്നത്. അക്കാൽ കെ കാരണം കൈ ദിനോं തക് ഘർ में चूल्हा नहीं जलाया गया था, ക്ഷാമം കാരണം കുറേ ദിവസങ്ങളായി അവിടെ അടുപ്പ് കത്തുന്നുണ്ടായിരുന്നില്ല.
കവി കഹത്തെ ഹേ കി ചുൽഹ രോ രഹാദ, കവി പറയുന്ന അടുപ്പ് കരയുകയാകുന്നു, അതായത് അടുപ്പ് കത്തിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചക്കി ഉദാസ് രഹീദി, ആ തിരിക്കലും വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ടു. इसका मतलब यह है कि घर में पीसने के लिए थोड़ा भी अनाज नहीं है. അപ്പോൾ തിരിക്കലും അവിടെ ശോചനീയമായി കാണപ്പെട്ടു എന്ന് പറയുന്നത് എന്താ, അവിടെ ആ തിരിക്കല്ലിലിടാൻ ഒരു ധാന്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അനാജ് എന്ന് വെച്ചാൽ എന്താ, ധാന്യം. ചക്കി ഓർ ചൂൽഹെ കെ പാസ് കൈ ദിനോ സെ കാനി കുത്തിയ, ആ തിരിക്കല്ലിൻ്റെയും അടുപ്പിൻ്റെ അവിടെ കുറേ ദിവസങ്ങളായി കാനി കുത്തിയ, ആ ഒറ്റക്കണ്ണിയായ പട്ടിയും അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു. സോയി പടി ഹെ. कई दिनों से भूख के मारे छिपकलियां घर के दीवार पर टहलने रही है. കുറേ ദിവസങ്ങളായി വിശന്നുകൊണ്ട് ആ പല്ലികളും ആ വീടിൻ്റെ ചുമരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. കൈ ദിനോ സെ ചൂഹോं की भी बुरी तरह दशा रही है. കുറേ ദിവസങ്ങളായി എലികളുടെ അവസ്ഥയും വളരെയധികം ദയനീയമായിരുന്നു. യഹാ കവിനെ കൈ ദിനോ തക് കാ പ്രयोग ബാർ ബാർ കിയാ ഹെ. ഇവിടെ കൈ ദിനോ തക് എന്നുള്ളത് കവി ഇവിടെ കുറേ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ചിരിക്കുന്നു. यह अभाव की निरंतरता एवं रिक्तता की सूचित करता है. അതായത് ബാർ ബാർ എന്നുള്ളത് ഇവിടെ എന്തിനെയാണ്, യഹ് അഭാവ് കി നിരന്തരത എവം റിക്തത കി സൂചിത് കർത്താ ഹെ. ഇവിടെ ഒന്നുമില്ല, കുറേ ദിവസങ്ങളായി ഇവിടെ പട്ടിണിയാണ് എന്നുള്ളതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യഹ് കവിത ബിൽക്കുൽ പ്രാസംഗിക ഹെ, അല്ലേ? ഈ കവിത ശരിക്കും ഒരു പ്രാസംഗികത നിറഞ്ഞ കവിതയാണ്, അല്ലേ? ശരിക്കും നമ്മുടെ ഇവിടെ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത്, പട്ടിണിയും ഇതൊക്കെ. यहाँ चक्की और चूल्हे का मानवीय ഗ്രഹൺ ഹേ. ഇവിടെ ചക്കിയും ചൂൽഹയൊക്കെ അനുഭവിക്കുന്നത് ശരിക്കും മനുഷ്യരും ഇതേപോലെ, അവിടെ തിരിക്കല്ലും അതേപോലെ അടുപ്പൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളുടെ കാര്യം പറയുന്നു. അതേപോലെ തന്നെ മനുഷ്യരുടെ അവസ്ഥയും, അവർക്കും പട്ടിണി വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. അടുത്തത് ഇപ്പം നമ്മൾ ആദ്യത്തെ അക്കാലിനെ കുറിച്ചുള്ള പറഞ്ഞു. ഇനി അക്കാൽ കെ ബാദ് എന്നുള്ള 4 വരിയുടെ ആശയം നമുക്ക് നോക്കാം. दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर बरखी आंखें कई दिनों के बाद, कौवे ने गुजलाई पंगे कई दिनों के बाद. ആ 4 വരിയുടെ ആശയം എങ്ങനെ എഴുതും നമ്മൾ? അപ്പോൾ അക്കാൽ കെ ബാദ് ആയ സുക്കാൽ, അല്ലേ? അക്കാലിന് ശേഷം നല്ല കാലം വന്നു, സുക്കാൽ നല്ല കാലം. हिंदी के प्रगतिशील कवि बाबा नागार्जुन की कविता है अकाल और उसके बाद. അപ്പോൾ അതെല്ലാവരും പഠിച്ചില്ലേ? ഇന്ത്യയിലെ പ്രകൃതിശീൽ കവിയായ നാഗാർജുൻ്റെ പ്രസിദ്ധമായ രചനയാകുന്നു ഏത്, അക്കാൽ और उसके बाद. എല്ലാവരും പഠിച്ചത്. इस कवितांश में, ഈ കവിതയിലെ ബിഹാർ में हुए भीषण अकाल के बाद सुकाल आने पर जो ഗുഷ്ഹലി ഹെ ഉസ്കാ മാർമിക് വർണ്ണൻ ഹെ. അപ്പോൾ ബീഹാറിലുണ്ടായിട്ടുള്ള ആ വളരെ ശോചനീയമായ കാലം മാറുന്നു. അതിനുശേഷം അക്കാൽക്ക് സുഖാലാനേപ്പർ, നല്ല കാലം അവർക്ക് വരുന്നു. അതിനെ വളരെ സന്തോഷകരമായി കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. अकाल का असर केवल मनुष्यों की ही नहीं सभी जीव जंतुओं पर पड़ता है. അക്കാൽ എല്ലാ ജീവജാലങ്ങളെയും ബാധിച്ചിരുന്നു. അതേപോലെ അക്കാൽ കാ അസർ, അതിനുശേഷമുള്ളതും എല്ലാ ജീവികളിലും അതിനുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു. കവി കഹത്തെ ഹേ കി അക്കാൽ കെ ബാദ് ഘർ മേ അനാജ് ആയേ. കവി പറയുന്നു ക്ഷാമകാലത്തിന് ശേഷം വീട്ടിൽ എന്ത് വന്നു? അനാജ്, ധാന്യങ്ങൾ കൊണ്ടുവന്നു. ഘർ മേ കൈ ദിനോ കെ ബാദ് കുച്ച് പക്കായ ജാ രഹാ ഹെ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. ഇസ്ലിയേ ഘർ കെ ആംഗൻ സേ ധുആ ഊപ്പർ ഉടനെ ലഗാ ഹെ. അതുകൊണ്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവിടെ നിന്നും പുക ഉയരാൻ തുടങ്ങുന്നു. ഖാന ആനെ പർ ഘർ കെ സബി മനുഷ്യോं തഥാ പ്രാണിയോं की आंखों में चमक देखने के मिलता है. അപ്പോൾ ഈ ഭക്ഷണം ഈ ധാന്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരിലും ജീവികളിലൊക്കെ അവരുടെ കണ്ണുകളിൽ തിളക്കം ഉണ്ടാവാൻ തുടങ്ങുന്നു. घर के आसपास रहने वाले जीव जंतुओं को भी गाने को कुछ मिल गया था. അപ്പോൾ വീട്ടിലുണ്ടായാൽ അതിൻ്റെ ചുറ്റുമുള്ള ജീവികൾക്കും അല്ലേ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഇതൊക്കെ കിട്ടില്ലേ? അപ്പം അതാണ് അവിടെ കവി പറയുന്നത്. കവി അപ്പിനി പങ്ക് കുശലാനെ ലഗെ. ആ കാക്ക പോലും അതിൻ്റെ സന്തോഷം കൊണ്ട് അതിൻ്റെ ചിറകുകൾ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്കാലിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. യഹാ കവിനെ कई दिनों के बाद का प्रयोग बार बार किया है. यह अकाल समाप्त होने पर जो खुशी आई है इसको सूचित करने के लिए है. ഇവിടെ കവി കൈ ദിനോ കെ ബാദ്,
അല്ലേ? കൈ ദിനോക്കെ ബാദ് എന്ന് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. അത് യഹ് അക്കാൽ സമാപ്ത് ഹോനെ പർ, ഈ ക്ഷാമകാലം അവസാനിച്ചതിന് ശേഷം ഖുഷിയായി ഹെ, സന്തോഷം വരുന്നു. ഇസ്കോ സൂചിത് കർണെ കെ ലിയേ ഹെ, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യഹക്ക് പ്രാസംഗിക് കവിത ഹെ, യഹക്ക് നല്ലൊരു പ്രാസംഗിക കവിതയാകുന്നു എന്ന് കവി പറയുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്ന് ഉണ്ടാവുക. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന്ന് ചോദിക്കാം. നിങ്ങൾ കവിത നന്നായി വായിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം, എന്നാലാണ് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ സഹി മിലൻകരെ ചോദിക്കാം, പക്കാൽ ആ സമയത്തുള്ളതും അതിനുശേഷം സഹി മിലൻകരെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് നന്നായി വായിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഠാക്കൂർ കാ കുവ. ഠാക്കൂർ കാ കുവ എന്ന് വെച്ചാൽ എന്താ? ഠാക്കൂറിൻ്റെ കിണർ. ഇത് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദാണ്. പ്രേംചന്ദിൻ്റെ കഹാനിയാണ് ഇത്, ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ കഥയിൽ പ്രേംചന്ദ് എന്താണ്, ജാതി വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്? ജോക്കു എന്ന് പറയുന്ന ആള് രോഗിയാണ്. അപ്പോൾ ആള് ഗംഗി എന്ന് പറയുന്ന 2 ക്യാരക്ടറാണ് ഇതിലുള്ളത്, ജോക്കും ഗംഗി. ഗംഗിയുടെ ഭർത്താവാണ് ജോക്കും. അപ്പോൾ ജോക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചോദിക്കുന്നു. അപ്പോൾ ഗംഗി മൊന്തയിൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കുടിക്കാനായി നോക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ നിന്നൊരു മണം, ചീത്ത മണം വരുന്നു. അപ്പോൾ ഗംഗിയോട് ചോദിക്കുകയാണ്, എന്ത് വെള്ളമാണ് ഈ കുടിക്കാൻ തന്നിട്ടിരിക്കുന്നത്? അപ്പോൾ ഗംഗി ആ വെള്ളം മണത്ത് നോക്കുമ്പോൾ അതിനൊരു ചീത്ത മണം തോന്നുന്നുണ്ട് ആ വെള്ളത്തിന്. അപ്പോൾ ഗംഗി പറയുകയാണ്, ഞാൻ ഇന്നലെ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇതിന് മണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ചിലപ്പോൾ വല്ല മൃഗങ്ങളും വീണ് ചത്തതായിരിക്കാം എന്ന് പറയുന്നു. ഇവരാഴ്ച താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഗംഗിയും ജോക്കും. അപ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ ആകെ 2 കിണറുകളേ ഉള്ളൂ, ഠാക്കൂറിൻ്റെയും സാഹുജിയുടെയും. അപ്പോൾ ഠാക്കൂറിൻ്റെ കിണറിൽ നിന്നൊന്നും ഇവർക്ക് വെള്ളം എടുക്കാനുള്ള അധികാരം ഇല്ല, ഇവർ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ജോക്കു രോഗിയാണ്. അപ്പോൾ അവർക്ക് കുറേ നേരമൊന്നും ഇങ്ങനെ ദാഹം പിടിച്ചു നിൽക്കാനുള്ള എന്തില്ല, അവർക്ക് സാധിക്കില്ല, രോഗിയാണല്ലോ. അപ്പോൾ നമ്മുടെ ജോക്ക് വെള്ളം വേണം എന്ന് പറയാണ്. അപ്പോൾ വെള്ളം, ഈ ചീത്ത വെള്ളം കുടിച്ചാൽ അസുഖം കൂടുമെന്ന് നമ്മുടെ ഗംഗിക്ക് അറിയാം. പക്ഷേ ആ വെള്ളം തിളപ്പിച്ച് കൊടുത്താൽ അല്ലെ കീടാണുക്കൾ ചത്തുപോകും എന്നുള്ളത് ഗംഗിക്ക് അറിയില്ല. അപ്പോൾ ഗംഗി പറയാണ്, ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാം, ഠാക്കൂറിൻ്റെ അവിടെ പോയിട്ട് വേറെ വെള്ളം കൊണ്ടുവരാം എന്ന് ജോക്കിനോട് പറയുന്നു. അപ്പോൾ ജോക്ക് സാധിക്കില്ല എന്നറിയാം ഗംഗിക്ക്. കാരണം എന്താണ്, ഠാക്കൂർ നമ്മളെ കണ്ടാൽ തന്നെ അതായത് അവിടെ നമ്മുടെ നേർക്ക് നേരെ കണ്ടാൽ തന്നെ അവർ വഴിമാറി നടക്കാനും, അതേപോലെ നമ്മൾ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് ജാതി വ്യവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നീ എങ്ങനെ ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കും എന്ന് ജോക്ക് ചോദിക്കുന്നു. പക്ഷേ തൻ്റെ ഭർത്താവിനോട് വളരെയധികം പ്യാർ രഖ്നെ വാലി പത്നി ഹെ ഗംഗി. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനോടുള്ള സ്നേഹം കാരണം എന്തൊക്കെ വന്നാലും ഠാക്കൂറിൻ്റെ അവിടെ പോയിട്ട് വെള്ളം എടുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഗംഗി ഠാക്കൂറിൻ്റെ അവിടേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഠാക്കൂറിൻ്റെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ നിന്ന് സംസാരിക്കുന്നത് ഗംഗി കാണുന്നുണ്ട്. അപ്പോൾ ഗംഗി അവിടെ പതുങ്ങി നിൽക്കുകയാണ്, ഇവർ പോയി അതിന് ശേഷം വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ എന്തൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കൈക്കൂലി അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ആൾക്കാർ പോയതിന് ശേഷം ഗംഗി ആ കിണറിൻ്റെ അവിടേക്ക് പമ്മി പോകുന്നു. കിണറിൻ്റെ അവിടെ വെള്ളം എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 സ്ത്രീകൾ അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവരെ സംസാരം കേട്ടപ്പോൾ ഗംഗി അവിടെ നിന്നും വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു. അങ്ങനെ ആ സ്ത്രീകളും വന്ന് അവരെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർ വെള്ളം എടുത്ത് പോകും. അപ്പോൾ നമ്മുടെ ഗംഗി വെള്ളം എടുക്കാനായി കിണറിൻ്റെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ആ കിണറ്റിലേക്ക് കയറിൽ കുടത്തിൽ കയറൊക്കെ കെട്ടി വെള്ളം കിണറ്റിലേക്ക് ഇടും. വെള്ളം ഇങ്ങനെ കോരി അടുത്തെത്താറാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഠാക്കൂറിൻ്റെ ആ വാതിൽ തുറക്കുകയാണ്. നമ്മുടെ ഗംഗിയുടെ കയ്യിൽ നിന്നും ആ കുടവും കയറും കൂടി കിണറ്റിലേക്ക് വലിയ സൗണ്ടോടു കൂടി വീഴുന്നു. അപ്പോൾ ഠാക്കൂർ ആരാണ് അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗംഗിയുടെ അടുത്തേക്ക് ഓടി വരുന്നു. പക്ഷെ അവിടെ നിന്നും ഗംഗി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഗംഗിയുടെ മനസ്സിലുണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന്, ബാക്കി എല്ലാ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ വെള്ളം എടുത്തുകൂടെ, ഞങ്ങൾ എന്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാരായി, ഞങ്ങൾ മനുഷ്യരല്ലേ എന്നുള്ള വിപ്ലവ ചിന്തയൊക്കെ നമ്മുടെ ഗംഗിയുടെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് ഈ ഠാക്കൂർ കാ കുവാം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഈ ഠാക്കൂർ കാ കുവാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗംഗിക്ക് ചരിത്ര पर टिप्पणी लिखिए എന്നുള്ളത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഗംഗിക്ക് ചരിത്ര पर टिप्पणी लिखिए 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ ഗംഗി
ठाकुर का कुआं नामक कहानी का മുഖ്യ സ്ത്രീ പാത്ര ഹെ അല്ലെ. ഠാക്കൂർ കി കുവാം എന്ന് പറയുന്ന കഥയിലെ മുഖ്യ സ്ത്രീ കഥാപാത്രമാകുന്നു ഗംഗി. വഹ് ജോക്കു കി പത്നി ഹെ, അവള് ജോക്കുവിന്റെ ഭാര്യയാകുന്നു. ദോനോ നിമ്ന ജാതി കെ ഗരീബ് ലോഗ് ഹെ, അവർ രണ്ടുപേരും എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട പാവപ്പെട്ട ആളുകളായിരുന്നു. ഗംഗി സാഹസി നാരി ഹെ, ഗംഗി എന്ന് പറയുന്നത് ധീരയായ സ്ത്രീയാകുന്നു. അതായത് എന്തൊക്കെ ഇത് വന്നാലും എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം എടുക്കാൻ പോയില്ലേ. यह अपने पति की बुरी हालत देखकर ठाकुर के कुएं से पानी लेने का साहस करती है. തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഠാക്കൂറിൻ്റെ കിണറ്റിലേക്കും വെള്ളം എടുക്കാൻ വളരെ ധൈര്യസമേതം ആര് പോകുന്നു, ഗംഗി പോകുന്നു. വഹ സമജ്ദാർ ഔരത്ത് ഹെ, ഉസേ ഠാക്കൂർ കാ ചൽ കപട് സബ് മാലൂം ഹെ. അവൾ നല്ലൊരു കഥാപാത്രമാകുന്നു. പക്ഷെ ഠാക്കൂറിൻ്റെ എല്ലാ കള്ളത്തരങ്ങളെക്കുറിച്ചും അവൾക്കറിയാം. പക്ഷെ ഇവർക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അവർ ഉയർന്ന ജാതിക്കാരാണ്. ഇവർക്കൊന്നും അവിടെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ, എതിരായിട്ടൊന്നും പറയാനൊന്നും സാധിക്കുകയില്ല. വഹ് ഊഞ്ച് നീച്ച് ക ഭ്രഷ്ടാചാർ ആദി പർ തീക്ക പ്രഹർ കർത്തി ഹെ. അവിടെ എന്താണ് ഊഞ്ച് നീച്ച്, ഉയർന്ന ജാതിക്കാരെന്നും താഴ്ന്ന ജാതിക്കാരും എന്നുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന ഭ്രഷ്ട്, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വഹ് കഹത്തി ഹെ ഊഞ്ചെ ലോഗ് ഗലെ മേ താങ് ഡാൽ ദേത്തെ ഹെ. അവൾ പറയുന്നു, ഇവരെന്താ ഉയർന്ന ജാതിക്കാരാന്ന് അവരെ കഴുത്തിൽ എഴുതി തൂക്കിയിട്ടുണ്ടോ. യെ ലോഗ് ജാൽ ഫരേബ് സെ കാം ചലാത്തെ ഹെ, യഹി രാത് കോ ചോരി ചോരി പാനി ലേനെ ഠാക്കൂർ കെ കുവെൻ കെ പാസ് ആത്തി ഹെ. അപ്പം ഈ ആളുകൾ എങ്ങനെയാണ് കളവും ചതിയും നടത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്, ഈ ഉയർന്ന ആളുകൾ. അങ്ങനെ തൻ്റെ ഭർത്താവിന് വെള്ളം എടുക്കാനായിട്ട് ഗംഗി യഹി രാത് കോ ചോരി ചോരി പാനി ലേനെ, വെള്ളം എടുക്കാനായി ഒരു കള്ളനെ പോലെയാണ് ഠാക്കൂറിൻ്റെ കിണറ്റിലേക്ക് അവൾ വരുന്നത്. എന്തിനു വേണ്ടി? വെള്ളം എടുക്കാൻ. ദേർ തക് ഇന്തസാർ കർക്കെ, കുറേ നേരം അവിടെ സമയം, അതായത് അതിനുള്ള അവസരം നോക്കിയിരുന്ന് ചുക്കേ സെ പാനി ഖീഞ്ച് ലേത്തി ഹെ, വെള്ളം പതുക്കെ വലിച്ചെടുക്കുന്നു. ഠാക്കൂർ കെ ജാഗ്നെ പർ, ഠാക്കൂർ ഉണർന്നപ്പോൾ പർ വഹി പാനി ചോട് കർ ബാഗ് നിക്കൽത്തി ഹെ, അവൾ ആ വെള്ളം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി പോകുന്നു. ഉസേ മാലൂം ഹെ പക്കഡ് ജാനെ പർ ഗത്തര ഹോ സക്ത ഹെ, അവൾക്കറിയാം എന്ത്, അവിടെ ഠാക്കൂർ പിടിക്കപ്പെട്ടാൽ എന്നെ എന്തായാലും അവിടെ എനിക്ക് അപകടം സംഭവിക്കും എന്നുള്ളത് ആർക്കറിയാമായിരുന്നു? ഗംഗയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇതാണ് ഗംഗയുടെ ചരിത്ര ചിത്രം. 4 മാർക്കിനാണ് നമുക്ക് ചോദിക്കുക. ഇനി നെക്സ്റ്റ് വൺ, जोकू ने लौटा मुँह से लगाया तो पानी में सख्त बदबू आई. ജോക്കു ആ വെള്ളം വായുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു മണം വന്നു ആ വെള്ളത്തിൽ നിന്ന്. ഗംഗി ബോല യഹ് ക്യാ കൈസാ പാനി ഹെ, ഗംഗിയോട് ചോദിച്ചു ഇത് എന്ത് വെള്ളമാണ്. മരേ ബാസ് കെ പിയാ നഹി ജാത്ത, ഇതിൻ്റെ മണം കാരണം ഇത് കുടിക്കാൻ പോലും പറ്റുന്നില്ല. ഗല സൂഖാ ജാ രഹാ ഹെ, എൻ്റെ തൊണ്ട വരളുന്നു. और तू जड़ा पानी पिलाए देती है, നീ കുടിക്കാൻ കുറച്ച് വെള്ളം തായോ. പ്രസ്തുത പ്രസംഗ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ, ഈ തന്നിരിക്കുന്ന സന്ദർഭത്തിൻ്റെ ഒരു പട്കഥ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പട്കഥ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പട്കഥ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് ബീർ ബഹൂട്ടിയുടെ പാഠത്തിൽ പട്കഥ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ അതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പട്കഥ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഈ ഗംഗയുടെ പാഠത്തൊന്നും പട്കഥ ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പട്കഥ എഴുതേണ്ടത്? ഫസ്റ്റിന് നമ്മൾ ദൃശ്യം എഴുതണം അല്ലേ. ദൃശ്യം എഴുതി അതിനുശേഷം സ്ഥാൻ. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? ജോക്കു കി ജോംപടി ക കമര, ആ ജോക്കുവിൻ്റെ കുടിലിലെ ഒരു മുറി. സമയ് ഷാം കോ 4 ബജെ, വൈകുന്നേരം 4 മണി. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ജോക്കു, ഗംഗി. ആയു, അവരുടെ വയസ്സ് എത്രയൊക്കെയാണ്? ഒരാളുടെ 45 വയസ്സും ഒരാൾക്ക് 40 വയസ്സും. പിന്നെ വേഷഭൂഷ, ജോക്കുവിൻ്റെ വേഷം എന്താണ്? ധോത്തി ഓർ ബനിയൻ. ഗംഗി സസ്തി സാരി, വില കുറഞ്ഞ സാരിയും ബ്ലൗസ് പഹനി ഹെ. ജോക്കു ബീമാർ പടാ ഹെ, വഹ് ലോട്ടാ ഹുവാ ഹെ, വഹ് പ്യാസാ ഹെ. അവൻ രോഗിയാണ്, വെള്ളത്തിന് നല്ല ദാഹം ഉണ്ട്. ആർക്ക്? ജോക്കുവിന്. അതാണ് ആ ദൃശ്യം ഘടന നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി സംവാദമാണ്. ജോക്കും ഗംഗിയും തമ്മിലുള്ള സംഭാഷണം നമ്മൾ എഴുതണം. അപ്പോൾ ജോക്കു പറയാണ് ലേട്ടെ ഹുയെ, കിടന്നുകൊണ്ട് തന്നെ പറയുകയാണ്. ഗംഗി ഓ ഗംഗി, ഗംഗിനെ വിളിക്കുകയാണ്.
അപ്പൊ ഗംഗി ദൗഡ്കർ ആത്തെ ഹെ, ഓടി വരുന്നു. ക്യാ ഹുവാ ജി, എന്ത് വേണം എന്ന് ചോദിക്കുക. ജോക്കോ ധക്കാൻ കെ സാത്ത്, ക്ഷീണിതനായിക്കൊണ്ട്. തോടാ പാനി പിലാവോ, കുറച്ച് വെള്ളം കുടിക്കാൻ തരൂ. ഗംഗി അബീലായി, ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഗംഗി ചലി ജാത്തി ഹെ, പോകുന്നു. ജോക്കോ ഹേ ഭഗവാൻ ഗല സൂക്കാ ജാ രഹാ ഹെ, എന്റെ തൊണ്ട വരളുന്നു. ഗംഗി ലോട്ടാമേ പാനി ബർക്കർ ആത്തി ഹെ, ആ മൊന്തയിൽ വെള്ളം നിറച്ചുകൊണ്ട് വരുന്നു. യഹിലോ പാനി, ഇതാണ് വെള്ളം, കുടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കണം. ജോക്കോ ലോട്ട മുഹ്സേ ലഗ്താ ഹെ, ആ മൊന്ത വായുടെ അവിടേക്ക് കൊണ്ടുപോകുന്നു. യഹ് കൈസാ പാനി ഹെ, ഇത് എന്ത് വെള്ളമാകുന്നു? ബദ്ബു ആ രഹി ഹെ, ഇതിൽ നിന്നൊരു മണം വരുന്നുണ്ട് എന്ന് ജോക്ക് പറയാം. ഗംഗി ആശ്ചര്യസേ, ആശ്ചര്യത്തോടു കൂടി. ബദ്ബു യഹ് കൈസേ, ഇതെങ്ങനെ? പാനി സുങ്കക്കർ ദേഖ്തി ഹെ, ഗംഗി വെള്ളം നോക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിൽ മണം വരുന്നത് എന്ന്. ജോക്കു പരേഷാൻ ഹോക്കർ പാനി ദോ നാക്ക് ബന്ദ് കർക്കെ പീലൂങ്ക, അപ്പോൾ അവന് വെള്ളം ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗംഗിയോട് പറയാണ്, ആ വെള്ളം അങ്ങോട്ട് താ, ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ കുടിക്കാമെന്ന്. ഗംഗി നെഹി നെഹി ബീമാരി ബഡ് ജായെങ്കി, ഇല്ല ഇല്ല അസുഖം കൂടും. ഉദാസ് ഹോ ജാത്തി ഹെ, ക്ഷീണം കൂടും. ദൃശ്യ സമാപ്ത്, അങ്ങനെ ആ ദൃശ്യം അവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പട്കഥ എഴുതേണ്ടത്. ആദ്യം എന്താണ് ദൃശ്യം എഴുതി, അതിനുശേഷം സ്ഥാൻ, സമയ്, ആയു, പിന്നെ എന്താണ് വേഷഭൂഷ, ഘടന, ഇതൊക്കെ എഴുതുക. അതിനുശേഷം ആരൊക്കെ തമ്മിലാണോ അവിടെ പറഞ്ഞിട്ടുള്ളത് സംഭാഷണം, ഇപ്പോൾ ജോക്കും ഗംഗിയാണെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണം, ആ പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. അങ്ങനെയാണ് പട്കഥ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. घर पहुंचकर देखा कि जोको लेटा मुंह से लगाया वही मैला गंदा पानी पी रहा है. അപ്പോൾ ഗംഗി തിരിച്ചു വന്നപ്പോൾ എന്താണ് കണ്ടത്? ആ ജോക്കോ ആ ചീത്ത വെള്ളം കുടിക്കുന്ന ആ ദൃശ്യമാണ് ഗംഗി കാണുന്നത്. പ്രസ്തുത പ്രസംഗ पर जोको और गंगी के बीच का वार्तालाप कल्पना करके लिखी. അപ്പോൾ പ്രസ്തുത പ്രസംഗക്കെ തന്നിരിക്കുന്ന ആ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ജോക്കും ഗംഗിയും തമ്മിലുള്ള സംഭാഷണം, വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ചീത്ത് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. അപ്പോൾ ബാത്ചീത്ത് വാർത്താലാപാണ് നമ്മളോട്, കോൺവെർസേഷൻ ആണ്, സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാർത്താലാപ് ലിഖേന്നും ബാത്ചീത്ത് ലിഖേന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കൂ, ഗംഗി അരേ ആപ് യഹ് ക്യാ കർ രഹേ ഹേ, അരേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ജോക്കോ ഫിർ ക്യാ കരും, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഗംഗി ഗന്ദ പാനി പീ രഹേ ഹേ ക്യാ, നിങ്ങളെന്താ ചീത്ത വെള്ളം കുടിക്കുകയാണോ? ജോക്കോ ഫിർ പാനി മിലാ ക്യാ തുമേ, അല്ലാതെ നിനക്ക് വെള്ളം കിട്ടിയോ എന്ന് ചോദിക്കാം. ഗംഗി നെഹി ജി പാനി ബർനെ വാലി തീ, ഞാൻ വെള്ളം നിറച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയാണ്. ജോക്കോ ഫിർ ക്യാ ഹുവാ, എന്നിട്ട് എന്തു പറ്റി? ഗംഗി ഠാക്കൂർ ജാഗ് ഗയ, ഠാക്കൂർ എണീറ്റു. വഹ് ബാഹർ ആ രഹാ ഥാ, അവൻ പുറത്തേക്ക് വരികയായിരുന്നു. ജോക്കു ക്യാ തുമേ ദേഖ് ലിയാ, ജോക്ക് ചോദിക്കാൻ എന്താ നിന്നെ കണ്ടോ? ഗംഗി നെഹി മേ ഭാഗ് കർ ആ ഗയി, ഇല്ല ഞാൻ അവിടെ നിന്നും ഓടി വന്നു. ജോക്കു അച്ഛാ ഹുവാ ദേഖ് ലിയാ തോ, ശരി കണ്ടിരുന്നെങ്കിലോ? ഗംഗി ഹേ ഭഗവാൻ ആപ് ഡരിയേ മത്, ഈശ്വര എന്നെ പേടിപ്പിക്കല്ലേ എന്ന് ജോക്കുവിനോട് പറയണം. അപ്പോൾ ഇതാണ് അവർ തമ്മിലുള്ള സംഭാഷണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? എത്ര എളുപ്പമായിട്ട് അത് എഴുതാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഇനി വാക്യ പിരമിഡാണ്. പിരമിഡ് ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഏത് ചോദിക്കുക? പിരമിഡ് ചോദിക്കുക. ഇവിടെ നോക്ക്, പിരമിഡിൽ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളൂ, എന്ത്? ജോക്കു പീ രഹാദ. ഇവിടെ നമുക്ക് പാനി, മൈല, ഗന്ധ, ലേട്ടാസെ, ഇങ്ങനെ 3 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഈ പിരമിഡ് പൂർത്തിയാക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. പാനി എന്നുണ്ട്, മൈല, ഗന്ധ, ലോട്ടേസെ, ഇത് വെച്ചിട്ട് നമ്മൾ ആ പിരമിഡ് പൂർത്തിയാക്കണം. അപ്പം നമ്മൾ എങ്ങനെ പിരമിഡ് പൂർത്തിയാക്കും? നോക്ക്, ജോക്കു പീ രഹാദ, അത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ജോക്കു പാനി പീ രഹാദ, പാനി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഓപ്ഷനിൽ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജോക്കു പാനി പീ രഹാദ, ജോക്കു വെള്ളം കുടിക്കുകയായിരുന്നു. ജോക്കു മൈല ഗന്ധ പാനി പീ രഹാദ, അല്ലേ?
ജോക്കു ആ ചീത്ത വെള്ളം കുടിക്കുകയായിരുന്നു. ജോക്കു ലോട്ടെ സെ മൈലാ ഗന്ദ പാനി പീ രഹാ താ. കണ്ടോ, ജോക്കു ആ മൊന്തയിൽ നിന്ന് ആ ചീത്ത വെള്ളം കുടിക്കുകയായിരുന്നു. എത്ര സിമ്പിളായിട്ട് പിരമിഡ് എഴുതി. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പിരമിഡും സഹി മിലൻ കരീം വാർത്താലാപമൊക്കെ എഴുതാൻ പറ്റുമെന്ന് ഉറപ്പ് തരുന്നു. ടെക്സ്റ്റ് വായിക്കണം. നെക്സ്റ്റ് വൺ, ജാതി പ്രഥ ഏക് അഭിശാപ് ഹെ. അല്ലേ, ജാതി പ്രഥ, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു അഭിശാപ്, എന്താണ്, ചീത്ത സമ്പ്രദായമാകുന്നു. വിഷയ് പർ സങ്കോഷ്ടി ഹോനെ വാല ഹെ. ഈ ജാതി പ്രഥ അഭിശാപ് ഹെ എന്നുള്ള ഒരു സങ്കോഷ്ടി സെമിനാർ നടക്കുകയാണ്. ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ. ഇതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുക? പോസ്റ്റർ എഴുതുമ്പോൾ കോളം വരച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതാൻ. എന്നിട്ട് പോസ്റ്റർ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഇവിടെ സങ്കോഷ്ടിയാണ് അല്ലേ നടക്കുന്നത്, സെമിനാറാണ് നടക്കുന്നത്. ഏത് വിഷയത്തെ? ജാതി പ്രഥ ഏക് അഭിശാപ് ഹെ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു സങ്കോഷ്ടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്? അപ്പോൾ സങ്കോഷ്ടി ഹോനെ വാല ഹെ അല്ലേ, അതെഴുതി. ഫസ്റ്റ് വിഷയ് എന്താണ്? ജാതി പ്രഥ ഏക് അഭിശാപ് ഹെ. അപ്പോൾ ഈ സങ്കോഷ്ടി ഹോനെ വാല ഹെ എന്നൊക്കെ നിങ്ങൾക്ക് ഇത്തിരി ഒന്ന് വളച്ചൊക്കെ എഴുതാട്ടോ, ഇത്തിരി ഭംഗിയിൽ. പിന്നെ ഈ വിഷയം ജാതി പ്രഥ ഏക് അഭിശാപ് ഹെ എന്നുള്ളത് ആ ലെറ്റർ ഇത്തിരി ബോൾഡ് ചെയ്തൊക്കെ എഴുതാം. സ്ഥാനം എവിടെയാണ്? സ്കൂൾ സഭാഗൃഹ്. എവിടെയാണ്? സ്കൂൾ സഭാഗൃഹ്. താരീഖ്, ഡേറ്റ് എഴുതുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഡേറ്റ് 14/8/2019 ആ ഡേറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം. സമയ് ദോപഹർ 2:30 ബജെ, എന്താണ്, ഉച്ചയ്ക്ക് 2:30 മണിക്ക്. അപ്പോൾ ആ സമയം നമുക്ക് 2 മണിയെന്നോ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറുതെ സങ്കോഷ്ടി മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ, സമയവും ഡേറ്റൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം നമുക്ക് അറിയുന്ന ഡേറ്റ് നമുക്ക് എഴുതാം. പ്രസ്തുതി സ്കൂൾ കെ ഹിന്ദി സഭ കെ സദസ്യ. ആരാണ് അവതരിപ്പിക്കുന്നത് സങ്കോഷ്ടി? സ്കൂൾ കെ ഹിന്ദി സഭ കെ, ഹിന്ദി ക്ലബിലെ കുട്ടികളാണ്, ഛാത്രഛാത്രായും വിദ്യാർത്ഥിനികളാണ് അവതരിപ്പിക്കുന്നത്. സഞ്ചാലൻ നടത്തുന്നത് ആരാണ്? ഹിന്ദി സഭ, ഹിന്ദി ക്ലബ്ബ് ഉണ്ടാവില്ലേ, അവരാണ് നടത്തുന്നത്. മോഡൽ സ്കൂൾ, ഏതെങ്കിലും സ്കൂളിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇന്ന സ്കൂളിലാണ് നടത്തുന്നത് എന്നുള്ളത് എഴുതാം. പിന്നെ സബ് ഛാത്രഛാത്രാവുക്ക് ഹാർദിക് സ്വാഗതം, എല്ലാ വിദ്യാർത്ഥിനികളെയും ഹാർദമായി ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജാതി പ്രഥ എന്നുള്ള ആ സങ്കോഷ്ടി നടന്നു, അതിൻ്റെ ഒരു പോസ്റ്ററാണ്. അപ്പോൾ നമുക്കിവിടെ പോസ്റ്ററിൽ ജാതി പ്രഥ സങ്കോഷ്ടി നടക്കുന്നു സ്കൂളിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സ്കൂളിൻ്റെ പേരും അതേപോലെ ഡേറ്റും സ്ഥലവും ഇതൊക്കെ നമുക്ക് സ്കൂളിലാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും ഏകദേശം ഡേറ്റും സമയമൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഹിന്ദി ക്ലബ്ബാണ് ഇത് നടത്തുന്നത്, ഹിന്ദി ക്ലബ്ബിലെ കുട്ടികളാണ് നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഹിന്ദി പ്രോഗ്രാം നടത്തുക ഹിന്ദി ക്ലബ്ബിലെ കുട്ടികളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എഴുതാം. പോസ്റ്റർ എഴുതേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിനെക്കുറിച്ചാണോ എഴുതാൻ തന്നിട്ടുള്ളത് അത് എഴുതുക. അതിനുശേഷം എന്തൊക്കെയാണോ വേണ്ടത് വെച്ചിട്ട് കറക്റ്റായിട്ട് എഴുതുമ്പോൾ ഒരു കോളം വരച്ച് എഴുതുക. പോസ്റ്റർ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിലിപ്പോൾ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണെങ്കിൽ അത് കുറച്ച് ബോൾഡ് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, 4 മാർക്കിനാണ് നമുക്ക് പോസ്റ്റർ ചോദിക്കുക. അടുത്തത് നമൂനയ്ക്ക് അനുസാർ താലികാക്കി പൂർത്തീകരെ. മാതൃക നോക്കി നമ്മുടെ സെൻറ്റൻസ് പൂർത്തീകരിക്കുക. ഗംഗി ഇന്തസാർ കർണേ ലഗി, ജോക്കോ ഇന്തസാർ കർണേ ലഗ. കണ്ടോ, ഗംഗി ഇന്തസാർ കർണേ ലഗി, ജോക്കോ ഇന്തസാർ കർണേ ലഗ. അപ്പോൾ ഇവിടെ ലഗി എന്നും തന്നിട്ടുണ്ട്, ഇവിടെ ലഗ എന്നും തന്നിട്ടുണ്ട്, കർണയെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതെങ്ങനെ എഴുതും? ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോയെന്ന്. കിട്ടുന്നുണ്ടോ? ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ലെഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ ഇത് ലെഗിൻ്റെ പ്രയോഗമാണെന്ന്. ഇല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇത് ലെഗിൻ്റെ പ്രയോഗമാണെന്ന്.
അപ്പോൾ പെട്ടെന്ന് തന്നെ ലെഗിൻ്റെ പ്രയോഗത്തിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ലെഗ് എന്ന് കണ്ടാൽ അത് എങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെയാണ് നെ ചേർക്കേണ്ടത്, കർത്താവിൻ്റെ കൂടെയാണോ കർമ്മത്തിൻ്റെ കൂടെയാണോ നെ ചേർക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലെഗ് കണ്ട ഒരു സംശയമില്ലാതെ നിങ്ങൾ വേഗം എഴുതി വയ്ക്കും എവിടെയാണ് കർമ്മത്തിൻ്റെ കൂടെയാണ് ലെഗിൻ്റെ പ്രയോഗത്തിൽ നെ പ്രത്യയം ചേർക്കേണ്ടത് അല്ലേ. അത് ഓർത്ത് വയ്ക്കുക. നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ലെഗിൻ്റെ പ്രയോഗം. അപ്പോൾ ലെഗിൻ്റെ പ്രയോഗത്തിൽ നമ്മൾ കർമ്മത്തിൻ്റെ കൂടെയാണ് എന്ത് ചേർക്കുക, നെ പ്രത്യയം ചേർക്കുക. ഓക്കെ, അപ്പോൾ ഒരു സംശയം വേണ്ട, കർത്താവിൻ്റെ കൂടെയല്ല കർമ്മത്തിൻ്റെ കൂടെയാണ് നമ്മൾ നെ പ്രത്യയം ചേർക്കേണ്ടത്. അത് പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും, കർത്താവ് പുല്ലിംഗമാണെങ്കിലും സ്ത്രീലിംഗമാണെങ്കിലൊക്കെ കർമ്മത്തിൻ്റെ കൂടെ നെ എന്ന് മാത്രമേ ചേർക്കാവൂ. അല്ലാതെ ഇത് സ്ത്രീലിംഗമാണല്ലോ അപ്പോൾ കർമ്മത്തിൻ്റെ കൂടെ നീന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് നീന്ന് എഴുതരുത്, അത് തെറ്റാണ്. കർമ്മത്തിൻ്റെ കൂടെ സ്ത്രീലിംഗമാണെങ്കിലും പുല്ലിംഗമാണെങ്കിലും ഒക്കെ നെയാണ് ചേർക്കേണ്ടത്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ രോഷിനി കുവേം പർ ആനെ ലഗി അല്ലേ. ഈ രോഷിനി എന്നുള്ളത് സ്ത്രീലിംഗമാണ്. കുവേം പർ ആനെ ലഗി എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ നേരത്തെ ഒരു മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എന്താണ്, റൈറ്റ് സൈഡിൽ പ്രകാശ് കുവേം പർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ എങ്ങനെ എഴുതും? ഇവിടെ രോഷിനി സ്ത്രീലിംഗമാണ്, അപ്പോൾ പ്രകാശ് പുല്ലിംഗമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? പ്രകാശ് കുവേം പർ ആനെ ലഗ. കണ്ടോ, സിമ്പിളായിട്ട് 1 മാർക്ക് കിട്ടിയോ നിങ്ങൾക്ക്? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കാതെ ക്വസ്റ്റ്യൻ പേനൊന്നും വായിക്കാതെ തെറ്റിച്ച് വയ്ക്കും കുറേ പേര്, എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെ ചെയ്യരുത്. ഒരു മോഡൽ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ആ മോഡൽ നോക്കി നിങ്ങൾ എഴുതിയേ വേണ്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ 1 മാർക്ക് നിങ്ങളുടെ പോവില്ല. പിന്നെ നിങ്ങൾ ലെഗിൻ്റെ പ്രയോഗമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയല്ല കർമ്മത്തിൻ്റെ കൂടെ. അപ്പോൾ ദേഖ്ന, ഇവിടെ കാണുക അല്ലേ, ദേക്ക് അതാണ് കർമ്മം, കണ്ടു. അപ്പോൾ ആ ദേഖ്ന എന്നുള്ളത് ദേഖ്നയായി മാറി. ഇവിടെ എന്താണ്, കുവേം പർ ആന എന്നുള്ളത് ആനയെന്നായി മാറി വന്നു എന്നുള്ളത് കണ്ടോ, ആന എന്നുള്ളത് ആനയായി മാറി. ഇത്രയും അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. കർമ്മത്തിൻ്റെ കൂടെ നെ പ്രത്യയം ചേർക്കുക. പിന്നെ സബ്ജക്റ്റ് എന്താണ്, പുല്ലിംഗമാണെങ്കിൽ ലഗ എന്നും സ്ത്രീലിംഗമാണെങ്കിൽ ലഗി എന്നും ചേർക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ചാപ്റ്റർ ബസന്ത് മേരെ ഗാവ് കാ, വസന്തകാലം എൻ്റെ ഗ്രാമത്തിൽ. മുകേഷ് നേറ്റിയാലിൻ്റെ ലേഖാണ് അല്ലേ, വസന്തകാലം എൻ്റെ ഗ്രാമത്തിൽ എന്നുള്ള വസന്തകാലത്തെക്കുറിച്ച് വളരെ നല്ല മനോഹരമായിട്ട് മുകേഷ് നേറ്റിയാൽ എഴുതിയിരിക്കുകയാണ്. ബദ്രീനാഥിലുള്ള അല്ലേ, ഹിമാലയത്തിൽ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളും ആ മഞ്ഞ് മൂടി ഉണ്ടാവുമ്പോൾ ഉള്ള സംഭവം, പിന്നെ അതിനുശേഷം മഞ്ഞൊക്കെ ഉരുകി അവിടെ തീർത്ഥാടകർ വരുമ്പോൾ തൻ്റെ ഗ്രാമത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ബദ്രീനാഥ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വേഗം ഓർമ്മ വരും ബദ്രീനാഥ് അല്ലേ. എന്താണ് ബദ്രീനാഥ്? അല്ലു അർജുൻ്റെ സിനിമയായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ വരിക അല്ലേ. അതിൽ ബദ്രീനാഥൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? അതേപോലെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു നമ്മുടെ മുകേഷ് നേറ്റിയാലിൻ്റെ. അപ്പം അതിലെ പർവ്വതങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ചൗഗമ്പ പർവ്വതം എന്നും നന്ദ പർവ്വതം എന്നൊക്കെ പഞ്ചാജുലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഹിമാലയത്തിൽ മഞ്ഞ് മൂടി കിടന്നിട്ട്, അപ്പോൾ ആ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല, തീർത്ഥാടകരോ ഒരു അവിടെ വിശേഷങ്ങളോ ഒന്നും നടക്കുന്നില്ല, ആകെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 4 മാസത്തോളം മഞ്ഞൊക്കെ ഉരുകി അവിടെ ആ മരങ്ങളും അവിടെയുള്ള പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങുന്നു, അവിടേക്ക് തീർത്ഥാടകർ വരാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുകേഷ് നേറ്റിയാർ തൻ്റെ ഗ്രാമത്തിലുണ്ടാകുന്ന മാറ്റം, ഈ വസന്തകാലം ഫൂൽദേയി ക ഉത്സവ് കെ സാത്ത് ആത്താ ഹെ, ബസന്ത് കാ ത്യോഹാർ ഫൂൽദേയി കി ഉത്സവ് കെ സാത്ത് ആത്താ ഹെ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഫൂൽദേയി എന്ന് പറയുന്ന ഉത്സവം കൊണ്ടായിട്ടാണ് ഈ വസന്തകാലം വരുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് എന്താണ്, ഈ ഫൂൽദേയി എന്ന് പറയുന്ന ഒരു ഉത്സവമാണ് അവർക്കുള്ളത്. ഈ ഫൂൽദേയി എന്നുള്ള ഉത്സവം എങ്ങനെയാണ്, കുട്ടികളാണ് ഈ ഉത്സവം നടത്തുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികൾ പൂക്കൾ ശേഖരിക്കുന്നു. ആ പൂക്കൾ അവരൊരു കൊട്ടയിൽ, മുള കൊണ്ടുണ്ടാക്കിയ കൊട്ടയിലാക്കിയിട്ട്, അന്ന് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരിക്കില്ല, അപ്പോൾ ഒരു മൺകുടത്തിൽ വെള്ളം നിറച്ച് ആ കുടത്തിൻ്റെ മുകളിൽ കൊട്ട വയ്ക്കും. എന്തിനു വേണ്ടി? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ ശേഖരിച്ച ഈ പൂക്കൾ വാടാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ പൂക്കൾ എടുത്തു കൊണ്ടുപോയി ഓരോ വീടും അലങ്കരിക്കുന്നു, ഓരോ വീടിൻ്റെ മുറ്റത്തും അലങ്കരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവർക്ക് ദക്ഷിണയായിട്ട് എന്ത് കൊടുക്കും?
അവർക്ക് ദാൽ, ചാവൽ, ഗുഡ് അല്ലേ, അപ്പോൾ പരിപ്പ്, ശർക്കര, അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദക്ഷിണയായിട്ട് കൊടുക്കും. ഈ ദക്ഷിണയായിട്ട് കിട്ടിയിട്ടുള്ള ഈ വസ്തുക്കൾ ഈ കുട്ടികൾ 21 ദിവസം സൂക്ഷിച്ച് വെക്കും. ആ 21 ദിവസം ഇവർ സൂക്ഷിച്ച് വെച്ച ഈ സാധനങ്ങൾ 21ാമത്തെ ദിവസം ഒരു സാമൂഹ്യ സദ്യ, സമൂഹ ഭോജൻ അവർ നടത്തുന്നു. ഇതിലെ മുതിർന്നവരുടെ റോൾ എന്താണ്? ബഡോങ്കി ഭൂമിക കേവൽ സലാഹ് ദേന. എന്താണ് മുതിർന്നവരുടെ റോള്? ഈ കുട്ടികൾക്ക് കേവലം ഉപദേശം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാ ജോലികളും ചെയ്യുന്നത് ആരാണ്? ഈ കുട്ടികളാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുക കുട്ടികളാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ എന്ത് നടക്കുന്നു? എല്ലാവർക്കുള്ള ഉത്സവമാണ് ഈ ഫൂൽദേയി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ചൈത്തി ഗീത്, അതായത് പാണ്ഡവരുടെ വീരകഥകളൊക്കെ പാടിക്കൊണ്ട് മഹാത്മാക്കളൊക്കെ അങ്ങോട്ട് വരും. അതൊക്കെ അവരൊരു ഒറ്റ കമ്പിയിലുള്ള വീണയും ഒക്കെ വായിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടുക. അതൊക്കെ കാണാൻ അവിടേക്ക് ധാരാളം ആളുകൾ തടിച്ചുകൂടി. എല്ലാവരും വളരെയധികം ഈ ഫൂൽദേയി ഉത്സവത്തിൻ്റെ ആനന്ദത്തിലാണ്. അപ്പോൾ ഈ നമ്മുടെ ഹിമാലയത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പശുചാരക്, അതായത് ഇടയന്മാർ അവരുടെ ആടുകളേനെയും പശുക്കളും അതേപോലെ കഴുതി ഇതിനൊക്കെ കൊണ്ട് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് മേയാൻ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ മഞ്ഞല്ല, ഇവിടെ നിന്നൊന്നും അവയ്ക്ക് തിന്നാൻ കിട്ടില്ല. അപ്പോൾ ഈ പശുചാരക് ഈ ഫൂൽദേയി ഉത്സവത്തിൻ്റെ സമയത്താണ് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്രയും നാളും തൻ്റെ ഗ്രാമത്തിൽ നിന്ന് മാറി ഇപ്പോൾ അവർ ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവരും വളരെയധികം സന്തോഷത്തിലാണ്, ആ പശുചാരകം. അപ്പോൾ അവർ വരുമ്പോൾ അവർ ഒരു കച്ചവടം നടത്തിക്കൊണ്ടാണ് ആ ആട്ടിടയന്മാർ വരുന്നത്. ലേൻ ദേൻ കൊടുക്കൽ വാങ്ങൽ. അതായത് ഇവർ അവിടെ നിന്നും പല കാടുകളും ഇതൊക്കെ ഇവർ താണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വേരുകളും അതേപോലെ ഔഷധ സസ്യങ്ങൾ, വിലപ്പൊടി, അമൂല്യങ്ങളായ മരുന്നുകൾ അതൊക്കെ ഇവർ ശേഖരിച്ച് കൊണ്ടുവരും. അപ്പോൾ ഈ വരുന്ന വഴിക്ക് അവിടെയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കും. അപ്പോൾ ഇവർക്ക് പരസ്പരമുള്ള വിശ്വാസമാണ് അവിടെ. ആപ്പസി വിശ്വാസ് കെ ബാരേമേ, പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവർ തമ്മിലുള്ള ഈ ലേൻദേൻ, കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്. അതായത് ഇപ്പോൾ അവർ കൊടുക്കും സാധനങ്ങൾ, പക്ഷേ ഇപ്പോൾ കൊടുത്തതിൻ്റെ പൈസ അപ്പം തന്നെ അവർ വാങ്ങുന്നില്ല, പിന്നീട് വരുമ്പോഴാണ് അവർ മേടിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വസ്തുവിൻ്റെ പൈസ ഇപ്പോഴാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ് അവർ തമ്മിൽ അവിടെ ഉള്ളത്. അല്ലാതെ ഒരു കണക്കോ കളമൊന്നും അവിടെ അവർ എഴുതി വെക്കുന്നില്ല. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവരാ ഉത്സവം ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലേഖകൻ ആ ലേഖകൻ്റെ വീടിൻ്റെ അവിടെ നോക്കുമ്പോൾ, അതായത് അവിടെ ബുരാസ് എന്ന് പറയുന്ന ഒരു പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് എന്ന് നമ്മുടെ ലേഖകൻ പറയുന്നുണ്ട്. അപ്പോൾ ലേഖകൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും നാൾ ഇവിടെ ശാന്തമായി കിടന്നിരുന്ന ഈ സ്ഥലം ഇത്രയും ഭംഗിയുള്ളതായിട്ട് ലേഖകന് തോന്നുകയാണ്. തൻ്റെ ഗ്രാമം ഇത്രയും ഭംഗിയുള്ളതായിരുന്നു. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അവിടേക്ക്, അപ്പോൾ ഈ മഞ്ഞൊക്കെ ഉരുകി നോക്കുമ്പോൾ ഗംഗയിൽ ഒഴുക്കും വളരെയധികം ശക്തമാകുന്നുണ്ട്. അപ്പോഴല്ലേ തീർത്ഥാടകരൊക്കെ ഗംഗയിലേക്ക് മുങ്ങിക്കുളിക്കാനൊക്കെ പോവുക. ബദ്രിനാഥിലേക്ക്, കേദാർനാഥിലേക്ക്, അമർനാഥിലേക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊക്കെ? അപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെയധികം സന്തോഷത്തിലാകുന്നു ഈ ഉത്സവത്തിൻ്റെ സമയത്ത്. പിന്നെ വീണ്ടും സൂര്യൻ്റെ ഋതുചക്രം, ഈ ഋതുക്കൾ മാറി വരുമ്പോൾ വീണ്ടും അവിടെ വീണ്ടും പഴയതുപോലെ മഞ്ഞൊക്കെ വരാൻ തുടങ്ങുന്നു. അപ്പോൾ തൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ആ വർണ്ണനയാണ് ഈ ബസന്ത് മേരെ ഗാവ് എന്ന് പറയുന്നതിൽ മുകേഷ് നേറ്റിയാൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशु चारक वापस घरों के लौटने लगते हैं. അതായത് ठंड के मौसम में, ആ തണുപ്പ് കാലത്ത് അവിടെ മഞ്ഞുമൂടി കിടക്കുമ്പോൾ ബർഫീലെ ഇലാക്കോൻസെ, ആ മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്തു നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് പശുചാരക്, അവിടെയുള്ള ഇടയന്മാർ പോകുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ മഞ്ഞുമൂടി കിടക്കുമ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. പിന്നെ ഇവരുടെ ഗ്രാമത്തിൽ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഉത്സവം വരുമ്പോൾ അവർ തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. ഇസ് പ്രസംഗ് പർ പശു ചാരക് ഓർ ഗാവ് വാലം കെ ബീച്ച് കാ വാർത്താലാപ് കൽപ്പന കർക്കെ ലിഖി. അപ്പോൾ ആ ഗാവ് വാലിയും അതേപോലെ ഈ പശു ചാരകും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ പശു ചാരക്, ബായി സാഹബ്, ബായി സാഹബ്,
അപ്പോൾ ആ ബായി സാഹബ് അതായത് ആ ഗ്രാമത്തിലുള്ള ഒരാളുടെ പേരാണ്. അപ്പോൾ നമുക്കിവിടെ രാമു എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗാവ്വാല എന്ന് എഴുതിയാലും മതി കേട്ടോ. രാമു യഹ് കോൻ ഹേ, ആപ് ലോഗ് വാപ്പസ് ആ ഗയേ. ഇതാരാണ്, നിങ്ങൾ തിരിച്ചു വന്നോ? പശുചാരൻ ഹാ ഭയ്യ, ആപ്പ് ലോഗോं की कृपा से हम ठीक चल रही है. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. രാം തുമാരി ടോക്കരി മേ ക്യാ ഹേ, എന്താണ് നിങ്ങളുടെ കൊട്ടയിലുള്ളത്? പശുചാരക് ആപ്കോ ക്യാ ചാഹിയേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കീടാച്ചെടി, കരൺ, ചുരു ആദി ഹേതിലെ വേരുകളും വിലപിടിപ്പുള്ള അതായത് ഔഷധ സസ്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞു. രാമു കിടാച്ചെടി തൊടാ ദിക്കാവോ, ആ വേര് അതായത് ഔഷധ സസ്യങ്ങളിലൊക്കെ നല്ല വേര്, അമൂല്യമായ വേരുകളൊക്കെ അത് കാണിക്കാൻ പറയാണ്. പശുചാരക് ലോ ഏകദം ബടിയ, ഒരു കെട്ടെടുത്ത് കൊടുക്കുകയാണ്. രാമു പിछले साल कुछ पैसे बाकी रह गया था. हाँ आप दीजिए, കഴിഞ്ഞ വർഷം കുറച്ച് പൈസ നിങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. അപ്പോൾ പശുചാരക് പറയും ദീജിയെ, തന്നാലോ. രാം യഹ് ലോ 50 രൂപയെ, എത്ര രൂപയാണ് കൊടുത്തത്? 50 രൂപ. ബാക്കി ഹം ബാദ് മേ ലേങ്കെ, ബാക്കിയുള്ളത് ഇനി വരുമ്പോൾ തരാം. പശുചാരക് ടീക് ഹെ ബായി സാഹബ്, ശരിയെന്ന് പറഞ്ഞ് പോകുന്നു. രാം തൊട ഷർബത്ത് പീക്ക ജാവോ നാ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് പറയാണ്. പശുചാരക് ശുക്രിയ ഫിർ മിലെ, വേണ്ട നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നു. കണ്ട എത്ര എളുപ്പമാണല്ലേ. അടുത്തത് बद्रीनाथ, केदारनाथ, गंगोत्री और यमुनोत्री की आने वाले पैदल यात्री धामों की खापाड़ कुल से काफ़ी पहले आने लग जाते हैं. इस प्रसंग पर लेखक की डायरी कल्पना करके लिखे. അതായത് ഈ ബദ്രീനാഥിലേക്കും കേദാർനാഥിലേക്കും ഗംഗയിലേക്കും യമുനോത്രിയിലേക്കും ഒക്കെ വരുന്ന ആളുകൾ പൈതൽ യാത്രി, അതായത് ആ നടന്നു വരുന്ന ആളുകൾ അതിൻ്റെ കവാടം തുറന്നുകൊണ്ട് വരുന്നു. ആദ്യം തന്നെ വരാൻ വേണ്ടി തിരക്ക് പിടിക്കുന്നു. ഈ സന്ദർഭത്തിൽ ലേഖകൻ്റെ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതേണ്ട ഫോർമാറ്റ് നമ്മൾ പറഞ്ഞതാണ്, ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്താണ് വേണ്ടത്? ഡയറി എന്നുള്ള ഹെഡിങ് വേണം, പിന്നെ ദിൻ, ദിനാങ്ക്, താരിഖ്, പിന്നെ ഒരെണ്ണം കൂടി നമുക്ക് എഴുതാം സമയം. ഈ 3 നമ്മൾ ഡയറി എഴുതുമ്പോൾ എഴുതണം. ആജ് കിത്തന സുഹാവന മൗസം ദാ, ഇന്ന് എത്ര നല്ല അന്തരീക്ഷമാകുന്നു. ഗർക്കി छत से बद्रीनाथ, केदारनाथ, गंगोत्री, यमुनोत्री की जाने वाले पैदल यात्रियों का समूह हर साल की तरह इस बार भी, അതായത് ഇന്ന് എത്ര നല്ല കാലാവസ്ഥയാണ്, എത്ര നല്ല മാസമാകുന്നു. ഗർക്കി ചത്തിസെ, വീടിൻ്റെ മേൽക്കൂര അതായത് മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ബദ്രീനാഥിലെയും കേദാർനാഥിലെയും ഗംഗോത്രിയിലേക്കുള്ള ആളുകൾ വരുന്ന ആളുകളെ അവരുടെ ഈ ഹർസാൽ എല്ലാ വർഷവും ഇസ്തര ബാർബി, എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യം അവരെ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. യേ ലോഗ് ധാമോ കി ഖബാഡ് ഗുൽസെ, ഇവരെല്ലാം അതിൻ്റെ ആ കവാടം തുറന്നുകൊണ്ടാണ് ബഹുത്ത് പഹലെ ഹി ആനെ ലഗ് ജാത്തെ ഹെ, ഇവരെ ഏറ്റവും ആദ്യം എത്താറാണെന്ന് നോക്കിക്കൊണ്ടാണ് ഇവർ വരുന്നത്. ദേശ് കെ കോനെ കോനെ സെ യാത്രി ആ ജാത്തെ ഹെ, ഈ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും വരെ ആളുകൾ അങ്ങോട്ട് തീർത്ഥാടകർ വരുന്നു. ഏക്ക് താരാക്കി ദുന്മേം ഭജൻ കാത്തേ ഹുയെ, എങ്ങനെയാണ് അവർ വരുന്നത്? ഒറ്റ കമ്പിയിലുള്ള വീണയിൽ ഭജന പാടിക്കൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് വരുന്നത്. ഭക്തി വിഭോർ ഹോക്കർ യേ ലോഗ് മന്ദിരോ കി ഓർ, എവിടേക്ക്? അമ്പലങ്ങളിലൊക്കെ ഭക്തി സാന്ദ്രമായിക്കൊണ്ട് അവർ വരുന്നു. കുച്ച് മഹീനെ പഹലെ യഹ് മാർഗ് ഏകദം സുനാ സാദ, കുറച്ച് നാൾ മുന്നേ ഈ താഴ്വര വളരെയധികം ശൂന്യമായിരുന്നു. കുച്ച് മഹീനെ ബാദ് ഫിർ ഏകദം ശാന്ത് ഹോ ജായിക, ഇപ്പോൾ ഈ തിരക്കുണ്ട്, പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും അവിടെ ശാന്തമാകും. ഹർ സാൽ യഹി ക്രം ജാരി ഹെ, എല്ലാ വർഷവും ഇങ്ങനെ ഇത് മാറി മാറിക്കൊണ്ടിരിക്കും. ബസ് ആജ് ഇത്തിനാഹി, മതി, ഇന്ന് ഇത്രേ എഴുതുന്നുള്ളൂ, ബാക്കി കൽ. ബഹുത്ത് നീന്ത് ആ രഹി ഹെ ഏക് ഉജ്ജൽ ദിൻ കി പ്രതീക്ഷാമേ, നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ശുഭരാത്രി. ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത്. ഡയറിയൊക്കെ നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത് ഷുവർ ക്വസ്റ്റ്യനിലുള്ളതാണ്, ഉറപ്പാണ്. നിങ്ങൾക്ക് ഡയറി, പട്കഥ, പത്ര, ടിപ്പണി, ഇതൊക്കെ എന്തായാലും പോസ്റ്റർ, ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. അടുത്തത് उत्तराखंड के हिमालयी अंचल में फूलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं है.
എന്താണ്, ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തിൻ്റെയും അടിത്തട്ടിലുള്ള കുട്ടികൾക്ക് ഫുൽദേയി എന്ന് പറയുന്ന ഉത്സവം അല്ലാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും വേറൊരു ഉത്സവം ഇല്ല. ഫുൽദേയി त्योहार का वर्णन करते हुए മുകേഷ് നേട്ടിയാൽ की मित्र के नाम पत्र लिखे. അപ്പോൾ ഈ ഫുൽദേയി ഉത്സവത്തെ വർണ്ണിച്ചുകൊണ്ട് മുകേഷ് നേട്ടിയാൽ തൻ്റെ കൂട്ടുകാരൻ എഴുതുന്ന പത്രമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പത്രം എഴുതുമ്പോൾ എന്ത് വേണം? ഡയറി എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു താരീഖ്, ദിൻ, സമയ് ഇത് വേണമെന്ന്. പത്രം എഴുതുമ്പോൾ എങ്ങനെ വേണം? പത്രം എഴുതുമ്പോൾ സ്ഥാൻ, താരീഖ്, എന്താണ്, പ്ലേസും ഡേറ്റും. സ്ഥാൻ, താരീഖ്. പിന്നെ പ്രിയമിത്ര, സംബോധന അല്ലേ, കൂട്ടുകാരനല്ലേ എഴുതുന്നത്. അപ്പോൾ പ്രിയമിത്ര, നമസ്തേ. തും കൈസേ ഹോ യാർ, എനിക്ക് സുഖാണോ? യാർ എന്ന് വെച്ചാൽ കൂട്ടുകാരാ എന്നാണ്, സുഹൃത്ത് എന്നുള്ള അർത്ഥമാണ്. മേ ഹി സകുശൽ ഹും, എനിക്കിവിടെ സുഖം തന്നെയാകുന്നു. ആശാ ഹേ തും ബി വഹാൻ ടീക് ടാക് ഹേ, ഞാൻ വിചാരിക്കുന്നു നിനക്കും സുഖമാണ് എന്ന്. മേ ഇസ് പത്ര മേ ഹമാരെ ഇലാക്കെ കെ, ഞാൻ ഈ പത്രത്തിൽ അതായത് ഈ ലെറ്ററിൽ എൻ്റെ പ്രദേശത്തെക്കുറിച്ച് പ്രസിദ്ധ ത്യോഹാർ, എൻ്റെ പ്രദേശത്തെ പ്രസിദ്ധമായ ഉത്സവം ഫുൽദേയി കെ ബാരെ മേ ബത്താനാ ചാഹുങ്ക, ആ ഫുൽദേയി ഉത്സവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. തുമാരെ രാജ്യക്ക് ഓണം ജൈസ ഏക് ത്യോഹാർ ഹേ, നിങ്ങളുടെ രാജ്യത്ത് ഓണം പോലെയുള്ള ഒരു ഉത്സവമില്ലേ, അതേപോലെയാണ് ഫുൽദേയി എന്ന് പറയുന്ന ഉത്സവം. യഹ് ഫൂലോം കാ ത്യോഹാർ ഹേ, ഇത് എന്താണ്? ഫൂലോം കാ ത്യോഹാർ, പൂക്കളുടെ ഉത്സവമാകുന്നു. ബച്ചോം കാ ത്യോഹാർ ഹേ, കുട്ടികളുടെ ഉത്സവമാകുന്നു. യഹ് ബസന്ത് ഋതു മേ ധൂം ധാം സെ 21 ദിൻ തക് മനാത്തെ ഹേ, ഏത് ബസന്ത ഋതു, ഏത് ഋതുവിലാണ്, ഏത് കാലത്താണ് ഫുൽദേയി ഉത്സവം ആഘോഷിക്കുന്നത്? വസന്തകാലത്ത്. വസന്ത് ഋതുമേ ധൂം ധാം സെ, വളരെയധികം സന്തോഷത്തോടുകൂടി. 21 ദിൻ തക്, ഏകദേശം 21 ദിവസം ഇവർക്ക് ഉത്സവം തന്നെയാണ്. പൂക്കൾ ഇടുന്നു അല്ലേ, ശേഖരിക്കുന്നു, ദക്ഷിണ മേടിക്കുന്നു. അപ്പോൾ ഏകദേശം 21 ദിവസം ഇവർക്ക് ആഘോഷം തന്നെയാണ്. ബച്ചെ ഷാം കോ ഫുൽ ചുൻകർ പാനി ഭരെ ഘാങ്കരോ കി ഊപ്പർ രഖ്തേ ഹേ, കുട്ടികൾ രാവിലെ മുതൽ ശേഖരിച്ച പൂക്കൾ ഒരു മൺകുടത്തിൻ്റെ മുകളിൽ കൊട്ടയിൽ വയ്ക്കുന്നു. ബഡേ സബേരെ ബച്ചെ ഗാവ് ഭർ ഘൂം കർ ഘരോ കി ദഹേലി പർ ഫൂൽ സജാത്തെ ഹേ, അങ്ങനെ കുട്ടികൾ ഈ പൂക്കൾ കൊണ്ടുപോയി ഓരോ വീടിൻ്റെയും മുറ്റത്ത് അലങ്കരിക്കുന്നു. ബച്ചോं को घर वाले दक्षिणा के रूप में चावल, दाल, गुड़ आदि देती है. അപ്പോൾ അവിടെയുള്ള ആളുകൾ, വീട്ടിലുള്ള ആളുകൾ ഈ കുട്ടികൾക്ക് ദക്ഷിണയായി എന്തൊക്കെ കൊടുക്കുന്നു? അരി, ശർക്കര, പരിപ്പ്, ഇതെല്ലാം ദക്ഷിണയായി കൊടുക്കുന്നു. അന്തിം ദിൻ ഇക്കട്ടി ഗയി ചീസോ, അവസാന ദിവസം ഇവർ ശേഖരിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളും एक सामूहिक भोज बनाया जाता है, ഒരു സമൂഹ സദ്യ നടത്തുന്നു. ബച്ചേ ഹി ഇസ്കാ സാര സംബന്ധ് കർത്താ ഹെ, കുട്ടികളാണ് ഇതിൻ്റെ മുഴുവൻ ഏർപ്പാടും ചെയ്യുന്നത്. ത്യോഹാർ കെ അവസർ പർ ചൈത്തി ഗീത് ഗാത്തെ ഹെ, ആ ഉത്സവത്തിൻ്റെ സമയത്ത് എന്ത്? ചൈത്തി ഗീതും പാടുന്നു. ढोल ढमाऊ की धाम पर चैती गीत गाने वाले औजी लोग गाँव में आ जाता है. ഡോൾ ഡമാവ്, അതായത് ഈ ഒറ്റക്കമ്പിയിലുള്ള വീണ, അങ്ങനെ ചെറിയ വാദ്യോപകരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ചൈത്തി ഗീത് പാടുന്ന ഔജികൾ അങ്ങോട്ട് വരുന്നത്. ഘർമേ സബ്കോ മേര പ്രണാം കഹന, വീട്ടിലുള്ള എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. ബച്ചോങ്കോ പ്യാർ, കുട്ടികളോടും. തുമാരെ പത്രിക്ക് പ്രതീക്ഷാമേ, നിൻ്റെ പത്ര പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാരാ മിത്ര നാം ഹസ്താക്ഷർ, സേവാമേ നാം പദ. ഇതാണ് പത്രം എഴുതേണ്ട ഫോർമാറ്റ്. ഇതെന്തായാലും നിങ്ങൾ എല്ലാ പത്രത്തിലും നമുക്ക് ഇതേമാതിരി തന്നെ എഴുതാം. അതിൽ വരുന്ന കണ്ടൻറ്റ് മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് എഴുതാം. പിന്നെ മിത്രേ നാം ഹസ്താക്ഷരതൊക്കെ ഇതേമാതിരി തന്നെയാണ് എഴുതേണ്ടത്, സേവാമയം എന്നുള്ളതൊക്കെ. ഓക്കെ. പിന്നെ സഹി വികൽപ്പ് ചുൻകർലിക്ക്, ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പം എങ്ങനെ നമ്മൾ എഴുതുക? ഇവിടെ ബച്ച ഫുൽ ചുൻതി ഹെ, ബച്ച ഫുൽ ചുൻതേ ഹെ, ബച്ച ഫുൽ ചുൻതാ ഹെ, ബച്ച ഫുൽ ചുൻതേ ഹോ. ഇതിലേതാ കറക്റ്റായിട്ട് വരിക? അറിയോ? ഇവിടെ ബച്ച എന്നാണ് അല്ലേ. ബച്ച എന്നുള്ളത് എന്താണ്? ഏകവചനാണ്. ഒരു കുട്ടിയുള്ളൂ, കുട്ടി പൂക്കൾ ശേഖരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫുൽ ചുൻതിഹെ എന്ന് പറയുമ്പോൾ ഏകവചനാണ്, പുല്ലിംഗം ഏകവചനാണ്. അപ്പോൾ ഇവിടെ ചുൻതിഹെ എന്ന് വരുമോ? ഇല്ല. ചുൻതേഹെ എന്ന് വരുമോ? ചുൻതേഹെ എന്ന് വരുമ്പോൾ എങ്ങനെയാണ്?
പുല്ലിംഗം ബഹുവചനത്തിലാണ് ചുൻതേഹേ എന്ന് വരിക. ഇവിടെ പുല്ലിംഗം ഏകവചനാണ്. അപ്പോൾ ഏതാ വരിക? ബച്ച ഫുൽ ചുൻതാഹേ. പുല്ലിംഗം ഏകവചനാണ് അല്ലേ. ബച്ച ഒരു കുട്ടിയുള്ളൂ, പൂക്കൾ ശേഖരിക്കണ്ട. താഹേ വന്നു. അപ്പോൾ പുല്ലിംഗം ഏകവചനത്തിന് നമ്മൾ എന്താ ചേർക്കുക? താഹേ. സ്ത്രീലിംഗമാകുമ്പോൾ തീഹേ. പുല്ലിംഗം ബഹുവചനമാകുമ്പോൾ തേഹേ. സ്ത്രീലിംഗം ബഹുവചനമാകുമ്പോൾ തീഹേ. കണ്ടോ, ഇവിടെ ഈ ബച്ച എന്നുള്ളത് നമുക്ക് എന്താണ്? പുല്ലിംഗം ഏകവചനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചേർത്തു? ബച്ച ഫുൽ ചുൻതാഹേ. ഇതാണ് കറക്റ്റ്. ദ നെക്സ്റ്റ് വൺ ദിശാഹീൻ ദിശ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററാണ്. ഇതൊരു യാത്രാ വിവരണമാണ്. ആരുടെ? മോഹൻ രാഗേഷിൻ്റെ ഒരു യാത്രാ വിവരണമാണ്. ഏത്? ദിശാഹീൻ ദിശ. ദിശാഹീൻ ദിശ എന്ന് വെച്ചാൽ എന്താ? ദിശാഹീൻ ദിശ ഇങ്ങനെ നമ്മൾ യാത്ര പോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് ഇങ്ങനെ യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? യാത്ര ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി അടിച്ചു പൊളിച്ച് നടക്കുക ഇഷ്ടമാണ്. അതേപോലെ നമ്മുടെ മുകേഷ് നെറ്റിയാണ് യാത്ര പോകാൻ, മോഹൻ രാഗേഷിന്, മുകേഷ് നെറ്റിയാലല്ല, മോഹൻ രാഗേഷിന് എന്താണ് യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ യാത്രയെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് എങ്കിലും അതിനുള്ള സമയം സന്ദർഭമൊന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർഡായ സമയത്ത് കുറച്ച് പൈസയൊക്കെ വേണമല്ലോ യാത്ര പോകാൻ വേണ്ടി. അപ്പോൾ ആ ജോലിയിൽ നിന്ന് റിട്ടയർഡായ സമയത്ത് കുറച്ച് പൈസയൊക്കെ കയ്യിൽ വന്നപ്പോൾ എന്തായാലും യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂർ നല്ല സ്ഥലമാണ്, അതേപോലെ ആലപ്പുഴ, കൊച്ചി, അങ്ങനെ പല സ്ഥലം, ഗോവ, അങ്ങനെ പല സ്ഥലങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഹൻ രാഗേഷ് ആണെങ്കിൽ ഒരു സ്ഥലത്തും പോകാത്ത കാരണം എല്ലാ സ്ഥലങ്ങളും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ആദ്യം എന്താണ് ഗോവയിലേക്ക്, മുംബൈ വഴി ഗോവയിലേക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ കന്യാകുമാരിയൊക്കെ വരാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ യാത്ര പോവുകയാണ് മോഹൻ രാഗേഷ്. യാത്ര പോകുന്ന സമയത്ത് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നല്ല സീറ്റും ഇതൊക്കെ ബർത്തൊക്കെ കിട്ടി. അപ്പോൾ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങാം. അപ്പോൾ അവിടെ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഭോപ്പാലിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിനാഷ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം ഒരു ന്യൂസ് എഡിറ്ററാണ്. അപ്പോൾ ഭോപ്പാലിൽ അവിടെ എത്തിയപ്പോൾ അവിനാഷ് മോഹൻ രാഗേഷിനെ കാണാൻ വന്നു. അവിടെ വെച്ചിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടി. ആ പോകുന്ന വഴിക്ക് അദ്ദേഹം നമ്മുടെ മോഹൻ രാഗേഷ് ഒരു ഗസൽ കേട്ടിരുന്നു, ഒരു എന്താണ് തോണിക്കാരൻ്റെ ഗസൽ പോകുന്ന വഴിക്ക് കേൾക്കാനിടയായി. അപ്പോഴാണ് അവിനാഷ് വന്നത്. അപ്പോൾ അവിനാഷ് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മോഹൻ രാഗേഷിനെ ഭോപ്പാലിൽ പിടിച്ചിറക്കി അദ്ദേഹത്തിൻ്റെ കിടക്കയും സൂട്ട് കേസൊക്കെ എടുത്തിറങ്ങി. അപ്പോൾ മോഹൻ രാഗേഷിന് ഒരു ദിവസം ഭോപ്പാലിൽ തങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ സംസാരിച്ച് രാത്രി 11 മണിക്ക് ഇവർ എന്താണ് അവിടെ തടാകത്തിലൂടെ യാത്ര ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തോണിക്കാരനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ തോണിക്കാരൻ്റെ പേരാണ് അബ്ദുൽ ജബ്ബാർ. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അബ്ദുൽ ജബ്ബാറിൻ്റെ ചരിത്രപ്പർ ടിപ്പണി ലിഖിയെ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അബ്ദുൽ ജബ്ബാറിൻ്റെ ഗസലാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ പറയണം നമുക്ക് ആ തടാകത്തിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ എന്ന്. അങ്ങനെ മോഹൻ രാഗേഷും അവിനാഷും കൂടി അബ്ദുൽ ജബ്ബാറിൻ്റെ കൂടെ ആ തോണിയിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. ആ തോണിയിൽ യാത്ര പോകുന്ന സമയത്ത് നല്ല നിശബ്ദത, നല്ല നിലാവ് അല്ലേ, ചന്ദ്രനെയൊക്കെ കാണുമ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള അന്തരീക്ഷം, രാത്രി 11 മണി ആ സമയത്തുള്ള നിശബ്ദത ഇതൊക്കെ കാണുമ്പോൾ നല്ല തണുപ്പും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അവിനാഷ് പറയുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ആ തോണിക്കാരൻ പറയുകയാണ്, അബ്ദുൽ ജബ്ബാർ പറയുന്നു നിങ്ങൾക്കൊന്നും ഇതില്ലെങ്കിൽ എനിക്കറിയുന്ന പോലെ ഒരു ഗസൽ പാടാമെന്ന്. അങ്ങനെ ആ ഗസൽ 1, 2, 3 കഴിഞ്ഞ് നല്ല രീതിയിൽ അദ്ദേഹം പാടുന്നു. അങ്ങനെ അവർ ആ ഗസലിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു ഞാൻ കോട്ടൊന്നും പുതപ്പൊന്നും എടുത്തിട്ടില്ല, നല്ല തണുപ്പുണ്ട്, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അവിനാഷ് തൻ്റെ കോട്ടൂരി ആ തോണിക്കാരന് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ വീണ്ടും എന്താണ് നമ്മുടെ മിർസ ഗാലിബിൻ്റെ ആ ഒരു ഗസൽ പാടാൻ പറഞ്ഞ് ആ പാട്ടും പാടി അവർ ആ തടാകത്തിലൂടെ ദിശാഹിൻ ദിശ അല്ലേ, തടാകത്തിൽ ഇങ്ങനെ നമുക്ക് കരയൊന്നും കാണില്ലല്ലോ, ഇങ്ങനെ അവരെ യാത്ര
തുടരുകയാണ്. ഇതാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ മോഹൻ രാഗേഷിൻ്റെ ഡയറി ചോദിക്കാം, അബ്ദുൽ ജബ്ബാറിൻ്റെ ചരിത്രകഥ ടിപ്പണി ചോദിക്കാം, അതേപോലെ മോഹൻ രാഗേഷും അവിനാശും തമ്മിലുള്ള വാർത്താലാപ് ചോദിക്കാം. ഇതൊക്കെ നമുക്കിതിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, പത്രിലിക്ക് ലെറ്റർ എഴുതാനാണ്. ഭോപ്പാൽ താൽ में अब्दुल जब्बार और अविनाश के साथ सैर മോഹൻ രാഗേഷ് के लिए मज़ेदार थी അല്ലേ? ഭോപ്പാൽ തടാകത്തിൽ അബ്ദുൽ ജബ്ബാറും അതേപോലെ അവിനാഷിൻ്റെയും കൂടെയുള്ള മോഹൻ രാഗേഷിൻ്റെ യാത്ര വളരെയധികം രസകരമായിരുന്നു. വേ അപ്പിനെ അവിസ്മരണീയ അനുഭവം ദഫ്തർ കെ ഏക് മിത്ര സെ ബാണ്ടന ചാഹത്തെ ഹെ. അപ്പം മോഹൻ രാഗേഷ് ഇത് ഓഫീസിലുള്ള തൻ്റെ ഒരു കൂട്ടുകാരനെ എഴുതി അറിയിക്കാൻ തീരുമാനിക്കുകയാണ്. भोपाल ताल की सैर के अनुभवों का जिक्र करते हुए मित्र के नाम മോഹൻ രാഗേഷ് പത്ര ലിഖി. അപ്പോൾ വേറെ ഓഫീസിൽ വേറൊരു കൂട്ടുകാരന് ഈ അനുഭവമൊക്കെ വെച്ച് ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ സ്ഥാൻ താരിഖ്, പത്രം എഴുതുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണേ. പിന്നെ സ്ഥാൻ താരിഖ് എഴുതി എന്താണ് പ്ലേസും ഡേറ്റും. പിന്നെ സംബോധൻ, ഇവിടെ പ്രിയമിത്ര, ഇവിടെ ഗോകുൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രിയമിത്ര എന്ന് എഴുതിയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏതോ ആരെങ്കിലും പേര് എഴുതാം. ഈ ഗോകുൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരൻ്റെ പേരൊക്കെ എഴുതാം കേട്ടോ. പിന്നെ നമസ്കാർ സംബോധന ചെയ്തു. കൈസേ ഹോ യാർ, സുഖാണോ? യാർ എന്ന് വെച്ചാൽ എന്താ? കൂട്ടുകാർ. ക്യാ ഹാൽ ഹേ, എന്തൊക്കെ വിശേഷം? ദഫ്തർ മേ കോയി ഖാസ് ബാത് ഹേ ക്യാ, ഓഫീസിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ? तुम्हें पता है ना मैं കന്യാകുമാരി की യാത്രാ के लिए निकला हूँ. നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ കന്യാകുമാരിയിലേക്ക് യാത്ര പുറപ്പെടുകയെന്ന്? मैं एक खास बात बताने के लिए यह पत्र लिख रहा हूँ. നിന്നോടൊരു പ്രധാനപ്പെട്ട സംഭവം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഭോപ്പാൽ സ്റ്റേഷൻ पर मेरा मित्र अविनाश मुझसे मिलने आया. ഭോപ്പാൽ സ്റ്റേഷനിൽ എൻ്റെ കൂട്ടുകാരൻ അവിനാഷ് എന്നെ കാണാനായിട്ട് വന്നു. मुझे उसके साथ एक रात के लिए वहाँ रह जाना पड़ा. അവനായിട്ട് ഒരു രാത്രി എനിക്ക് അവിടെ തങ്ങേണ്ടതായിട്ട് വന്നു. രാത് കോ ഹം ഭോപ്പാൽ താൽ മേ ഘൂംനെ നിക്കലെ. അങ്ങനെ രാത്രി ഞങ്ങൾ ഭോപ്പാൽ തടാകത്തിലൂടെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ഹമാരെ സാത്ത് ഏക് ബൂട്ട മല്ലാഹ് ദാ, ഞങ്ങളുടെ കൂടെ ഒരു വയസ്സായ തോണിക്കാരൻ ഉണ്ടായിരുന്നു. അബ്ദുൽ ജബ്ബാർ, അവരുടെ പേരെന്താണ്? അബ്ദുൽ ജബ്ബാർ. ഉസ്നെ ഗസൽ ചേർന്ന ശുരു കിയ, അദ്ദേഹം ഗസൽ ആലപിക്കാൻ തുടങ്ങി. ഉസ്കാ ഗല ബഹുത് സുരീലി തീ, അദ്ദേഹത്തിൻ്റെ സൗണ്ട് വളരെ മാധുര്യമുള്ളതായിരുന്നു, നല്ല രസമുള്ള സൗണ്ടായിരുന്നു. ഗസൽ സുനാനെ കാ ഏക് അലഗ് അന്ദാസാദ, ഒരു വേറൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗസൽ കേൾക്കുമ്പോൾ. വേ സർദി മേ കേവൽ ഏക് ലുങ്കി ഹി പഹൻതാദ, അത്രയും തണുപ്പിലും അദ്ദേഹം ഒരു ലുങ്കി മാത്രമാണ് ധരിച്ചിരുന്നത്. ശരീർ മേ ബനിയൻ തക് നഹി ദി, ബനിയൻ പോലും അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ദോ തീൻ ഗസൽ സുനാ കർ വഹ് ഖാമോഷ് ഹോ ഗയ, 2-3 ഗസൽ കേട്ടപ്പോൾ ഞങ്ങൾ അതിൽ മുഴുകി പോയി. തബ് സാരാ വാതാവരൺ ഹി എക്ദം ബദൽ ഗയ, ഞങ്ങൾ ആ അന്തരീക്ഷം തന്നെ മറന്നുപോയി എന്നാണ് പറയുന്നത്. ആദി രാത് ഹോ ചുക്കി ദി, അർദ്ധരാത്രി ആയിരുന്നു. സർദി ബഡ് രഹി ദി, തണുപ്പ് ഇങ്ങനെ കൂടി വന്നു. അവിനാഷിനെ അപ്ന കോട്ട് ഉത്താർക്കർ, അവിനാഷ് എന്താണ് ചെയ്തത്? തൻ്റെ കോട്ട് ഊരി ജബ്ബാർ മാഞ്ചി കൊദേ ദിയ, ആ തോണിക്കാരനെ കൊടുത്തു. ഫിർ വഹ് ഗാലിബ് കി ഏക് ഗസൽ സുനാനെ ലഗ, എന്നിട്ട് മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ ഞങ്ങൾക്ക് പാടി കേൾപ്പിച്ചു തന്നു. ബഹുത്ത് ബഡിയാ ദാ യഹ് ദിൻ മേ ഭൂൽ നഹി പാവുങ്ക, വളരെ നല്ലൊരു അനുഭവമായിരുന്നു, ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് കൂട്ടുകാരന് കത്തിൽ എഴുതുകയാണ്. ബസ് അബ് ഇത്നാഹി, ഇപ്പോൾ ഇത്ര മാത്രമേ എഴുതുന്നുള്ളൂ. ബാക്കി അഖിലേ പത്രമേ, ബാക്കി അടുത്ത കത്തിൽ ദഫ്തർ മേ സബ്കോ മേരാ പ്യാർ ബരാ നമസ്കാർ, ഓഫീസിലുള്ള എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയുക. തുമാരാ പ്രിയ മിത്ര മോഹൻ രാഗേഷ്. ഇവിടെ നമുക്ക് മോഹൻ രാഗേഷാണ് ലെറ്റർ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ പേര് നമുക്കിവിടെ കൊടുക്കാം. ഹസ്താക്ഷർ, ഇവിടെ സേവാമ എന്ന് എഴുതി ഒരു കോളം വരയ്ക്കുക. നാം പത്ത. ഓക്കെ, പത്ര ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, ചരിത്ര पर टिप्पणी लिखी. ബൂട്ട മല്ലാഹിനെ, ഇത് സൂചനയാണ് തന്നിട്ടുള്ളത് കേട്ടോ, ടിപ്പണിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ള. ആരുടെ ടിപ്പണിയാണ് എന്ന് നമുക്ക് നോക്കാം. ബൂട്ട മല്ലാഹിനെ ഏക് ഗസൽ ചേർത്തി,
ബൂട്ടാമല്ല ഒരു ഗസൽ ആലപിച്ചു. ഉസ്കാ ഗല കാഫി അച്ചാദ, അവൻ്റെ സൗണ്ട് വളരെ നല്ലതായിരുന്നു. ഓർ സുനാനെ കാ അന്താസ ബി ഷായർനാദ, അത് കേൾക്കാനും വളരെ നല്ലതായിരുന്നു. കാഫി ദേർ ചപ്പുവോം കി ചോടെ വഹ ജൂം ജൂം ക ഗസലേൻ സുനാത്ത രഹ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ കൊണ്ട് തുഴഞ്ഞ് മാംസപേശികൾ ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തുഴഞ്ഞിങ്ങനെ ഗസൽ ആലപിക്കുകയാണ്. ദിശാഹിൻ ദിശാക്കെ അബ്ദുൽ ജബ്ബാർ കാ വ്യക്തിഗത് ബഡാ പ്രഭാവശാലി ഹെ. ദിശാഹിൻ ദിശ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അബ്ദുൽ ജബ്ബാറിൻ്റെ സ്വാധീനം വളരെയധികം വലുതാണ്. ഈ സംഗീത് പട, ഈ തന്നിരിക്കുന്ന ഭാഗം വായിച്ച് അബ്ദുൽ ജബ്ബാർ കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. അബ്ദുൽ ജബ്ബാറിൻ്റെ ടിപ്പണി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഗരീബ്, പരിശ്രമി, ഗുഷ് മിസാസ്, സാദാ ജീവൻ ബിത്താനെ വാല, വിനയശീൽ, ഗസൽ ഗായക്. ഇതൊക്കെയാണ് പോയിൻ്റായിട്ട് അദ്ദേഹത്തെ കുറിച്ച് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ അബ്ദുൽ ജബ്ബാറിൻ്റെ ചരിത്രപ്പ ടിപ്പണി എഴുതണം. അപ്പോൾ ഗസൽ ഖാൽ ജബ്ബാർ മിയ, അത് ഹെഡിങ് കൊടുത്തിരിക്കുകയാണ്, ഗസൽകാരനായ അബ്ദുൽ ജബ്ബാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അബ്ദുൽ ജബ്ബാർ ഭോപ്പാൽ താൽ കെ പാസ് രഹനെ വാല ഏക് മല്ലാഹ് ഹെ. അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്നത് ഭോപ്പാൽ തടാകത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു തോണിക്കാരനാകുന്നു. മല്ലാഹ് എന്ന് വെച്ചാൽ തോണിക്കാരൻ. വഹി ഏക്ദം ബൂട്ട ആദ്മി ഹെ, അദ്ദേഹം ഒരു വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വഹ് ഗരീബ് പരിവാർ കാ ഹെ, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ. ലേക്കിൻ ബഡെ പരിശ്രമി ഹെ, എന്നാൽ നല്ലൊരു അധ്വാനി ആയിരുന്നു. ആദി രാത് കോ ठंड मौसम में भी വഹ് ഭോപ്പാൽ താൽ മേ നാവ് ചലാനെ കോ തയ്യാർ ഹെ. അതായത് ഇത്ര വയസ്സായിട്ടും ആ ഭോപ്പാൽ തടാകത്തിൽ ഈ തണുപ്പിലും തോണി തുഴയാൻ ആര് തയ്യാറായിരുന്നു? ബൂട്ടാ മല്ലാഹ് തയ്യാറായിരുന്നു. അബ്ദുൽ ജബ്ബാർ. ഉസ്കാ ഗല കാഫി അച്ചാ ഹെ, അദ്ദേഹത്തിൻ്റെ സൗണ്ട് വളരെ നല്ല സൗണ്ടായിരുന്നു. ഓർ അലഗ് അന്താസേ സെ ഗസൽ സുനാത്ത ഹെ, നന്നായി നല്ല രീതിയിൽ അദ്ദേഹം ഗസൽ പാടുമായിരുന്നു. വഹ് ആദത് സെ ഗുഷ് മിസാസ് തഥാ സഹർദയ് ഹെ, അതിനെ വളരെയധികം ആദരവോടുകൂടിയാണ് ഞങ്ങൾ അത് കേട്ടത്. ഏത്? ഗസൽ. വഹ് സാധാ ജീവൻ ബിത്താനെ വാല ആദ്മി ഹെ, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു അബ്ദുൽ ജബ്ബാർ. ठंडी मौसम में वह सिर्फ एक लुंगी पहनता था, ഇത്രയും തണുപ്പുള്ള ഈ രാത്രിയിലും അദ്ദേഹം ഒരു ലുങ്കി മാത്രമാണ് ധരിച്ചിരുന്നത്. ബനിയൻ തക് നഹീദി, ബനിയൻ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സ്വഭാവ സെ ജബ്ബാർ മല്ലാഹ് വിനയശീൽ ഹെ, സ്വഭാവം കൊണ്ട് ജബ്ബാർ വളരെയധികം വിനയശീലനായിരുന്നു, നല്ല വിനയുള്ള വ്യക്തിയായിരുന്നു. ലേഖക് കെ ഖനെ പർ കോയി ഗസൽ സുനാനെ കോ തയ്യാർ ബി ഹോത്ത ഹെ, ലേഖകൻ്റെ വാക്ക് കേട്ട് അത് വേറെ ഗസൽ പാടാൻ പറഞ്ഞപ്പോൾ അതും പാടാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഓസ് കിസി പർ ബി കോയി ഷിക്കായത്ത് നഹീദി, ഒന്നിനും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ആ ഗസൽ പാടാൻ പറഞ്ഞപ്പോൾ ഒരു എതിർപ്പും കൂടാതെ അദ്ദേഹം പാടി തന്നു. ജബ്ബാർ ഏക് അച്ഛാ ഗസൽ ഗായക് ഹെ, വഹ് ഗാലിബ് കെ ഗസലോं के अच्छे ലൈ में छेड़ता है. മിർസ ഗാലിബിൻ്റെ ഗസലുകൾ വളരെ നന്നായി അദ്ദേഹം പാടിത്തന്നു. और सुनने वालों के मन को मोहित भी करता है, അത് കേൾക്കുന്ന ആളുടെ മനസ്സും വളരെയധികം മോഹിച്ചു പോകുന്ന രീതിയിൽ അദ്ദേഹം ഗസൽ ആലപിച്ച് തന്നിരുന്നു. The next one, इन शब्दों पर ध्यान दें. ഈ തന്നിരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിക്കാം. ഇപ്പോൾ മുജെ എന്നുണ്ട്, ഹംനെ എന്നുണ്ട്, ഉസ്മേ, ഉസ്കി, ഇൻക, മുജ്സെ, ഉസ്നെ, കിസ്ക. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്, അല്ലേ? ഇതിലെ മൂൽ ശബ്ദ കോ പഹചാനെ ഒരു പരിവർത്തൻ കർക്കെ ഇപ്പോൾ ചർച്ച കരായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മളോട് മൂൽ ശബ്ദ എഴുതാനും അതിനെ മാറ്റി എഴുതാനും പറഞ്ഞു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് ചോദിക്കാം, എന്ത്? സർവനാം ഓർ പ്രത്യയ് അലഗ് കർക്കെ ലിഖേ. സർവനാമം പ്രത്യയം അലഗ് കർക്കെ ലിഖേ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുജെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ക്വസ്റ്റ്യനാണിത്, അല്ലേ? എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യനാണ് ഈ സർവനാമം പ്രത്യയം എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം, അല്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതുക? ഇപ്പോൾ മേ പ്ലസ് കോ, അല്ലേ? ഇതിൽ സർവനാം, മൂൽ ശബ്ദം ഏതാണ്? സർവനാം. അപ്പോൾ സർവനാം മേം എന്നാണ്, കണ്ടോ? മേം എന്നാണ് ഇതിൽ സർവനാം. അപ്പോൾ അതിൻ്റെ കൂടെ പ്രത്യയം നമ്മൾ ചേർത്തു. കോ എന്നുള്ള പ്രത്യയം ചേർത്തപ്പോൾ എന്ത് വന്നു? മുജേ.
ഇപ്പം മേം പ്ലസ് കോ മുജേ എന്നായി. ഇപ്പം മേം പ്ലസ് കാ എന്നാണെങ്കിൽ ഇവിടെ എന്ത് വരും? മേര. കണ്ടോ, ഈ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ വഹ് പ്ലസ് മേം, ഉസ് മേം. കണ്ടോ, അപ്പോൾ വഹ് വന്നപ്പോൾ എന്തായി മാറി? വഹും മേയും ചേർന്നപ്പോൾ ഉസ്സായി മാറി. വഹ് ഉസ്സായി മാറും. യേ പ്ലസ് ക എന്താണ്? ഇൻക. വഹ് പ്ലസ് നേ, ഉസ്നേ. ഹം പ്ലസ് നേ എന്താണ്? ഹംനേ. വഹ് പ്ലസ് കി, ഉസ്കി. മേം പ്ലസ് സേ, മുജ്സേ. കോൻ പ്ലസ് ക, കിസ്ക. അപ്പോൾ ഈ സർവനാമം പ്രത്യേകം വേർതിരിച്ചെഴുതുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതേ മാതിരി തന്നെ പഠിക്കുക. അപ്പോൾ വഹ് പ്ലസ് മേം, എ പ്ലസ് ക, അതൊക്കെ നിങ്ങൾ വഹ് വരുമ്പോൾ ഉസ് എന്ന് വരും, വേ വരുമ്പോൾ ഉന്ന് വരും, യഹ് വരുമ്പോൾ ഇസ് ആയിട്ട് മാറും, അതേപോലെ എ വരുമ്പോൾ ഇന്നായിട്ട് മാറും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നത് പഠിയും. The next one. मुबरबाद करने की जगह उसने मेरा बिस्तर लपेट कर खिड़की से बाहर फेंक दिया. गुद मेरा सूटकेस लिए हुए नीचे उतर गया. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അവിനാഷ് എന്താണ് തൻ്റെ കിടക്കയും സൂട്ട് കേസൊക്കെ എടുത്ത് അവിടെ നിന്നും ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. ഇസ് തരഹ് മുझे एक रात के लिए वहाँ रहना पड़ा. ഇത് കാരണം ഭോപ്പാലിൽ ഒരു ദിവസം തങ്ങേണ്ടതായിട്ട് വന്നു. പ്രസ്തുത പ്രസംഗ पर राकेश और अविनाश के बीच का वार्तालाप तैयार करें. ആ സന്ദർഭത്തിൽ അവിനാഷും മോഹൻ രാകേഷും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിനാഷ്, अरे राकेश तुम कहाँ हो? राकेश कौन? अविनाश. अरे अविनाश हो? अविनाश हाँ, कई दिन हुए आपस में मिलकर. കുറേ ദിവസമായി നമ്മൾ പരസ്പരം കണ്ടിട്ട്. രാകേഷ് हाँ ज़रूर 2 साल हो गए. ഏകദേശം 2 വർഷമായി എന്ന് മോഹൻ രാകേഷ് പറയാണ്. അവിനാഷ് അച്ഛാ തും ജൽദി ഉത്തർ ജാവോ. എന്നാൽ ശരി, നീ വേഗം ഇറങ്ങ. രാകേഷ് നെഹി നെഹി മേ ഗോവ ജാ രഹി ഹൂം. ഇല്ല ഞാൻ ഗോവയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവിനാഷ് ഉത്തർ ജാവോ യാർ, താഴെ ഇറങ്ങു യാർ സുഹൃത്തേ. ഗാഡി തൊടിഹി ധർമ്മേ നിക്കലെങ്കി, വണ്ടി കുറച്ച് കഴിഞ്ഞേ പോകുകയുള്ളൂ, നീ ഇറങ്ങുക എന്ന് പറഞ്ഞു. രാകേഷ് അരേ യഹ് ക്യാ കർ രഹേ ഹോ, നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അവിനാഷ് ഏക് രാത് മേരെ സാത്ത് ബിത്താവോ, ഒരു രാത്രി എൻ്റെ കൂടെ തങ്ങ. ഇത് നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. രാകേഷ് അച്ഛാ ചലോ, ശരി എന്നാൽ നടക്കുക എന്ന് പറഞ്ഞു. അവിനാഷ് സൂട്ട്കേസ് മുझे दो, സൂട്ട്കേസ് എനിക്ക് തരൂ. തും ആരാം സേ ഉത്തർ ജാവോ, നീ സൂക്ഷിച്ച് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ രാകേഷ് അജീബ് ആദ്മി ചലോ ബായി ചലോ. ഒരു പ്രത്യേക, അതായത് ഇപ്പോൾ കണ്ടുള്ളപ്പോൾ പോകുന്ന ആളേനെ അവിടെ പിടിച്ചിറക്കി, നീ ഒരു പ്രത്യേക ആൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ നടന്ന് പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിനാഷിനെ ജഡ്സെ അപ്നാ കോട്ട് ഉത്താർ കർ ഉസ്കി തരഫ് ബഡാ ദിയ. അപ്പോൾ അവിനാഷ് പെട്ടെന്ന് തന്നെ തൻ്റെ കോട്ട് ഊരി ആർക്ക് കൊടുത്തു? അബൂട്ടാ മല്ലാഹിന് കൊടുത്തു. കഹ ലോ തും യഹ് പഹൻ ലോ, എന്നിട്ട് പറഞ്ഞത് ധരിക്ക്. അബി ഹം ലൗട്ട്ക്ക് നഹി ചലേങ്കി, ഇപ്പം നമ്മൾ തിരിച്ചു പോകുന്നില്ല. തുമേ കോയി ഗാലിബ് കി ജിസ്കി യാദ് ഹോ തോ സുനാവോ, എനിക്ക് മിർസ ഗാലിബിൻ്റെ ഏതെങ്കിലും ഗസൽ അറിയുമെങ്കിൽ പാടി കേൾപ്പിക്കാൻ പറയും. ഇസ് പ്രസംഗ് പർ മോഹൻ രാകേഷ് കി ഡയറി കൽപ്പന കർക്കെ ലിഖി. ഈ സന്ദർഭത്തിൽ മോഹൻ രാകേഷിൻ്റെ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ദിനാങ്ക്, ദിവസവും ഡേറ്റും എഴുതണം, അതേപോലെ സമയവും എഴുതണം. ഇതേമാതിരി നിങ്ങൾക്ക് എഴുതാം, അതല്ലെങ്കിൽ ഇങ്ങനെ നേരി നിങ്ങൾക്ക് എഴുതാം കേട്ടോ. 2 രീതിയിൽ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ദിൻ, സമയ്, അതേപോലെ താരീഖ് എന്ന് ഇങ്ങനെ നേരെ എഴുതാം, അല്ലെങ്കിൽ ഈ സൈഡിലും എഴുതാം, കറക്റ്റ് തന്നെയാണ് അത്. വാഹ് നാ ജാനെ ആജ് കൈസാ ദിൻ താ, അറിയില്ല ഇന്ന് എങ്ങനത്തെ ദിവസമായിരുന്നു എന്നുള്ളത്. ഏക്ദം ഖാസ് ദിൻ, ഒരു പ്രത്യേക ദിവസമായിരുന്നു എന്ന്. യഹ് ദിൻ മേ കൈസേ ബോൽ പാവും, ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും? കഥാബി നഹി, ഒരിക്കലും മറക്കുകയില്ല. ആദി രാത് കെ സമയ് അവിനാഷ് കെ സാത്ത് ഭോപ്പാൽ താൽമേ, അർദ്ധരാത്രി അവിനാഷിൻ്റെ കൂടെ ഭോപ്പാൽ തടാകത്തിൽ. മോസം ഏക്ദം സുഹാനാദ, അതായത് കാലാവസ്ഥയും നല്ല കാലാവസ്ഥയായിരുന്നു.
अविनाश के आग्रह पर जब्बार गज़ल पेश करना शुरू किया एकदम. അതായത് അവിനാഷിൻ്റെ ആഗ്രഹപ്രകാരം ആ ബൂട്ടാമല്ല വീണ്ടും ഇങ്ങനെ ഗസൽ ആലപിച്ചുകൊണ്ടിരുന്നു. ചുസ്ത് ഗസലെ ഓരോന്ന് കഴിയുമ്പോഴും ഓരോന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്ത് അദ്ദേഹം പാടി. ഏക് കെ ബാദ് ഏക് കർക്കെ 2-3 ഗസൽ സുനാക്ക അബ്ദുൽ ജബ്ബാർ ചുപ് ഹോ ഗയ. 2-3 ഗസൽ പാടിക്കഴിഞ്ഞപ്പോൾ അബ്ദുൽ ജബ്ബാർ നിർത്തി. തബ് സാര വാതാവരൻ ബദൽ ഗയാദ. അപ്പോൾ അവൻ്റെ ആ ഗസൽ കേട്ടപ്പോൾ ഞങ്ങൾ അന്തരീക്ഷം തന്നെ മറന്ന് അതിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. രാത് സർദി ഓർ നാവ് കാ ഹിൽന സബ് അനുഭവ ഹോനെ ലഗ. ആ തണുപ്പും ആ രാത്രിയിലെ യാത്ര അതൊക്കെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ജബ്ബാർ വാപ്പസ് ജാനെ കാ ആഗ്രഹ കിയാദ. ജബ്ബാർ തിരിച്ചു പോകാം എന്നുള്ള ആഗ്രഹം ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ സർദി ബഡ് രഹീദി, തണുപ്പ് കൂടുതലാണ്, അപ്പോൾ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. ബൂട്ടാമല്ല കേവലേക്ക് ലുങ്കി പഹൻ ഹുവാദ. ആളാണെങ്കിൽ ഒരു ലുങ്കി മാത്രമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ആൾ ഇട്ടിട്ടില്ല. നല്ല തണുപ്പായിരുന്നു. ബനിയൻ തക് നഹി, ഒരു ബനിയൻ പോലെ അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിനാഷ് അപ്ന കോട്ട് ഉത്താർ കർ മല്ലാഹ് കോ പഹൻ ദിയ. അങ്ങനെ അവിനാഷ് എന്ത് ചെയ്തു? തൻ്റെ കോട്ട് ഊരി ആ മല്ലാഹിനെ ധരിക്കാൻ കൊടുത്തു. അജീബ് ആദ്മി ഹെ മേരാ മിത്ര അവിനാഷ്. എൻ്റെ മിത്ര അവിനാഷ് ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. ഫിർ ജബ്ബാർ നെ ഖാലിബ് കി ഏക് ഗസൽ തർനും കെ സാത്ത് സുനാനെ ലഗ. അങ്ങനെ ജബ്ബാർ ഒരു മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ നല്ല രീതിയോടുകൂടി ഞങ്ങൾക്ക് പാടി കേൾപ്പിച്ചു തന്നു. ബഹുത് അച്ഛാ ലഗാദ, അത് വളരെ നന്നായി ഞങ്ങൾക്ക് തോന്നി. ബൂട്ടെ മല്ലാഹ് കി ശൈലി എക്ദം ഷെയർനാദ. ആ ബൂട്ട മല്ലാഹിൻ്റെ ആ തോണിക്കാരൻ്റെ രീതിയും അതൊക്കെ വളരെയധികം നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിലും മീതെയായിരുന്നു. അത്രയും നന്നായി അദ്ദേഹം പാടിയെന്നൊക്കെ ഇവർ പറയാണ്. ബസ് ആ ജിത്തിനാഹി, അപ്പോൾ ഡയറിയിൽ എഴുതാനെന്ന് ഇത്ര എഴുതുന്നുള്ളൂ. ബഹുത്ത് ദ ഗയാഹും, വളരെയധികം ക്ഷീണിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറി നിർത്തുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരെ. എന്താണ്? മാച്ച് ദ ഫോളോയിങ്. സമുദ്ര തടോക്കെ പ്രതി. അപ്പോൾ നമുക്കിവിടെ എ കോളം ബി കോളം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എ കോളത്തിൽ ഇതിലുള്ളത് ശരിയായത് ബി കോളത്തിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പോൾ സമുദ്ര തടോക്കെ പ്രതി. അപ്പോൾ ഇവിടെ സുന്ദർ സമുദ്ര തടഹ എന്ന് എഴുതിയിട്ടുണ്ട്. ഗോവാമേ അനേക് ഗസൽ സുനായി, മല്ലാഹിനെ നാവുമേ ബൈഠക്കർ, लेखक और मित्र लीन हो जाए, बूटा मल्लाह के गायन में മോഹൻ രാഗേഷ് കാ വിശേഷ് ആകർഷൺ ദ. അപ്പോൾ നമ്മളിവിടെ എന്താണ് എഴുതേണ്ടത്? ഇവിടെ നമുക്ക് എ കോളത്തിൽ തന്നിട്ടുള്ളതിനെ യോജിച്ചത് നമ്മൾ ബി കോളത്തിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുക? അപ്പോൾ ഇതിലെ സഹി മിലൻ കരയുടെ ആൻസർ നോക്കുക. സമുദ്ര തടോക്കെ പ്രതി മോഹൻ രാഗേഷ് കാ വിശേഷ് ആകർഷൺ ദ. गोवा में अनेक सुंदर समुद्र तट हैं, मल्लाह ने नाव में बैठकर गजल सुनाई, बूटा मल्लाह के गायन में लेखक और मित्र लीन हो गए. അപ്പോൾ സഹിമില, അപ്പോൾ നമ്മൾ എ കോളത്തിൽ നിന്ന് ബി കോളത്തിലെ ശരിയായത് എടുത്തെഴുതുക. സഹിമിലൻ കര എന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. എക്സാമിന് വരുന്നത് പത്രമായാലും ഡയറി, അതേപോലെ പട്കഥ, പിരമിഡ്, സമാനാർത്ഥ ശബ്ദ, സർവനാമം പ്രത്യേകം വേർതിരിച്ചെഴുതണത്, പോസ്റ്റർ, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും വീഡിയോസ് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ നല്ലൊരു ബെസ്റ്റ് വിഷസ് നേരുന്നു. ബായ്.